chapter 15. അപ്പോൾ നമുക്ക് entirely different ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. chapter 14 audit 14 വരെ നമ്മൾ auditing standards of auditing ആണ് ഡീൽ ചെയ്ത് almost standards of auditing അതിൽ കവേർഡ് ആണ് കേട്ടോ. ഇനി 2-3-4 സ്റ്റാൻഡേർഡ് കൂടി ബാക്കിയുണ്ട്. പക്ഷെ almost standards of auditing all 14 വരെ നമ്മൾ എന്താ കവേർഡ് ആണ്. ഇത് നമുക്ക് കുറച്ചും കൂടി വ്യത്യാസമായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് കയറാം. ഇതൊരു പഠിച്ച ഓഡിറ്റിംഗുമായി ബന്ധപ്പെട്ട ആസ്പെക്ട്സ് ആണ് പഠിച്ചത്. ഓഡിറ്റ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചിട്ടാണ് ഓഡിറ്റ് 14 വരെ നമ്മൾ പഠിച്ചിരുന്നത്. ചാപ്റ്റർ 15 കമ്പനി ഓഡിറ്റ്. ബട്ട് ഇവിടുന്ന് അവിടുന്ന് നമുക്ക് ഡിഫറെന്റ് ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. നേരത്തുമായി ഡയറക്ട്ലി റിലേറ്റഡ് അല്ല, പക്ഷെ അവിടെ പഠിച്ച കാര്യങ്ങൾക്ക് അവിടെ അതിന്റെ അപ്ലിക്കേഷൻ കയറി വരും. ഓക്കെ, സോ ചാപ്റ്റർ 15 കമ്പനി ഓഡിറ്റ്. ഈ കമ്പനി ഓഡിറ്റ് പറയുന്നത് കമ്പനി ഓഡിറ്റ് ചെയ്യുമ്പോൾ ഓഡിറ്ററുടെ what are the audit qualification required, ഏതൊക്കെ ഡിസ്ക്വാളിഫിക്കേഷൻ ആണുള്ളത്, ഓഡിറ്റർ റെമ്യൂണറേഷൻ എങ്ങനെ നിശ്ചയിക്കാം, ഓഡിറ്റർ എങ്ങനെ അപ്പോയിന്റ് ചെയ്യുക, ഓഡിറ്റർ എങ്ങനെ റിമൂവ് ചെയ്യുക, ഓഡിറ്റർ റിസൈൻ ചെയ്യാൻ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഉള്ളത്, ഓഡിറ്റർ എങ്ങനെ ഏതൊക്കെ കാര്യങ്ങൾക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ടത്, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ചാപ്റ്റർ 15 കമ്പനി ഓഡിറ്റ്. കമ്പനി ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ ജനറലി പറയുക സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ എന്നാണ്. ഈ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ കമ്പനി ഓഡിറ്റർ നടത്തില്ല. സ്റ്റാറ്റ്യൂട്ട് പ്രകാരം നമ്മൾ ഓഡിറ്റ് ചെയ്യുകയാണെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ എടുക്കാം. ജനറലി സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ നമ്മൾ കമ്പനി ഓഡിറ്റ് എന്ന രീതിയിലാണ് പറയാറുള്ളൂ. കമ്പനി ഓഡിറ്റർ എന്ന രീതിയിലേ പറയാറുള്ളൂ. സോ കമ്പനി ഓഡിറ്റ്, കമ്പനി ആസ്പെക്ടുമായി ബന്ധപ്പെട്ട ഓഡിറ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനകത്ത് കമ്പനിയിലോട് പഠിക്കാണ്ട് ഈ ചാപ്റ്റർ. ഇനി സെക്ഷൻ 139 സബ്സെക്ഷൻ 1 തൊട്ടിട്ട് സെക്ഷൻ 48 വരെയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണത് കവർ ചെയ്യുന്നത് കേട്ടോ. സെക്ഷൻ 139 തൊട്ട് സെക്ഷൻ 140 വരെ സെക്ഷൻ നമ്മൾ സ്റ്റാൻഡേർഡ്സിന്റെ നമ്പർ പോലെ തന്നെ ഇവിടെ സെക്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റൊരു കാര്യം, എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഒരു 20 മാർക്സിന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാം, ഇൻക്ലൂഡിങ് MCQ കേട്ടോ. MCQ അടക്കം ഞാൻ പറയണത് ഈ ഭാഗത്ത് നിന്ന് MCQ ചോദിക്കാള്, ട്രൂ ഓർ ഫോൾസ് ചോദിക്കാം, 3 to 4 മാർക്സ് എല്ലാ കാര്യം ഏത് ആസ്പെക്ട് എടുത്താലും ഈ 3 കാര്യങ്ങളും ചോദിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇതിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട് കിടക്കുന്നുണ്ട്. സോ ആസ് ഫാർ as the examination is concerned, this is the most important chapter. ഇനി മറ്റ് ചാപ്റ്ററെ സംബന്ധിച്ചിടത്തോളം മറ്റ് ചാപ്റ്റേഴ്സ് സ്റ്റാൻഡേർഡ്സ് അവിടെ തിയറിറ്റിക്കൽ പോർഷൻ വളരെയധികം പ്രാധാന്യമുണ്ട്. ഞാൻ പറയാറുണ്ട് ഇടയ്ക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ് യൂസ് ചെയ്ത് അത് എഴുതി പോണം എന്ന് ഞാൻ ചില ഭാഗത്ത് പറഞ്ഞു പോയിട്ടുണ്ട് അല്ലെ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് എന്ത് വെച്ചത് ലോ പ്രകാരമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് എഴുതാവുന്ന രീതിയുണ്ട്. അതിൽ എഴുതാവുന്ന ഒരു ഫോർമാറ്റും കൂടി ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ഒന്ന്, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ടത് വാട്ട് ആക്ട് സീസ്, എന്താണ് ആക്ട് ആ പ്രൊവിഷനുമായി ബന്ധപ്പെട്ട് പറയുന്നത്, അത് ആദ്യം എഴുതി വെക്കാം. ഫോർ എക്സാമ്പിൾ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ സെക്ഷൻ പ്രകാരം എന്താ അപ്പോയിന്റ്മെന്റിനെ കുറിച്ച് പറയുന്നത്. രണ്ടാമത്തെ, അനലൈസ് ദ ഗിവൺ സിറ്റുവേഷൻ, അനാലിസിസ് ഓഫ് ഗിവൺ സിറ്റുവേഷൻ. ആ തന്ന ക്വസ്റ്റ്യൻ അതേപടി എഴുതാനല്ല പറഞ്ഞത്, ആ ക്വസ്റ്റ്യന്റെ ഒരു സമ്മറൈസ്ഡ് ഫോം എഴുതി വെക്കുക. ക്ലിയർ? ആ ക്വസ്റ്റ്യൻ അതേപടി എഴുതി വെക്കുക. ആ ക്വസ്റ്റ്യൻ ഇന്നതാണ് ക്വസ്റ്റ്യനിൽ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. പിന്നെ തേർഡ്, കൺക്ലൂഷൻ. ഇതിനെ ബേസ് ചെയ്തിട്ട് ഈ ആക്ട് ഫസ്റ്റ് ആക്ട് പ്രകാരം ഈ സിറ്റുവേഷനെ ബേസ് ചെയ്ത് ഇന്നതായിരിക്കണം കൺക്ലൂഷൻ. ആ രീതിയിൽ വേണം അതിലത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ ആൻസർ ചെയ്യാനായിട്ട്. സോ വാട്ട് ദ ആക്ട് സീസ്, അനാലിസിസ് ഓഫ് ദ ഗിവൺ സിറ്റുവേഷൻ ആൻഡ് ദ കൺക്ലൂഷൻ. ഇനി എപ്പോഴും ഞാൻ പറയാറുണ്ട് സ്റ്റുഡൻസിന്റെ അടുത്ത് ഒരു 3 യെസ് ഫോളോ ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പഠിക്കുന്ന സമയത്ത്. യെസ് യെസ് യെസ്, ട്രിപ്പിൾ എസ്. ഒന്ന്, the answer should be specific. ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ആയിരിക്കണം. വാരി വലിച്ചെഴുതണം. ആക്ട് അല്ലേ പഠിക്കുന്നത്, ആക്ടിൽ എന്താണോ പറയുന്നത് അത് എഴുതി വെച്ചാൽ മതി. സോ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിരിക്കണം, ഷോർട്ട് ആയിരിക്കണം. മൊത്തം അതേപടി എന്ത് ചെയ്യരുത്, എഴുതി വെക്കേണ്ട ആവശ്യമില്ല. പോയിന്റ് വൈസ് എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ദെൻ സിമ്പിൾ ലാംഗ്വേജ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ഈ 3 എസും കൂടി ഫോളോ ചെയ്യണം. ആ രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, പരിശീലിക്കാനായിട്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട ശേഷം വല്ലതും ഡൗട്ട് ഒക്കെ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ എനിക്കൊന്ന് വാട്സപ്പിൽ അയച്ചെന്നാൽ ഞാനൊന്ന് കറക്റ്റ് ചെയ്ത് തരും ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാലോ. അപ്പൊ സെക്ഷൻ 139 തൊട്ട് സെക്ഷൻ 148 വരെയാണ് നമുക്ക് കമ്പനി ഓഡിറ്റുമായി ബന്ധപ്പെട്ട ഓഡിറ്റേഴ്സിന്റെ പ്രൊവിഷൻ ഡീൽ ചെയ്യാം. ഞാൻ ഓർഡറിലല്ല പോവുക, ക്ലിയർ ആണല്ലേ? ഞാൻ ഒരു പ്രത്യേക ഓർഡറിലാണ് കവർ ചെയ്യുക, സെക്ഷന്റെ ഓർഡറിലല്ല പോവുക. അപ്പൊ ആദ്യം നമ്മൾ തുടങ്ങുന്നത് ഓഡിറ്റേഴ്സ് ക്വാളിഫിക്കേഷൻ. ഓഡിറ്റർ സെക്ഷൻ 141 സബ്സെക്ഷൻ 1ഉം സെക്ഷൻ 141 സബ്സെക്ഷൻ 2. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലുള്ള ഒരു ബുക്ക് എടുക്കുക, ഒരു പേപ്പർ എടുക്കുക, ഓരോ സെക്ഷൻ എഴുതാം, അതിൽ വരുന്ന ഹെഡിങ് എഴുതി വെക്കുക. എന്നിട്ട് അത് നിങ്ങളുടെ നോട്ടിന്റെ ഫ്രണ്ട് പേജിൽ എഴുതി വെക്കുക. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറച്ചു നോക്കാം, സെക്ഷൻ ഓർക്കും ചെയ്യാനും പറ്റും കേട്ടോ. സോ ഓഡിറ്റേഴ്സ് ക്വാളിഫിക്കേഷൻ സെക്ഷൻ 141 സബ്സെക്ഷൻ 1ഉം സെക്ഷൻ 141 സബ്സെക്ഷൻ 2. ആരൊക്കെയാണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ആവാൻ പറ്റുക, കമ്പനിയുടെ സ്റ്റാറ്റ്യൂട്ടറി ആവാൻ പറ്റാം? പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് പറഞ്ഞു നോക്കാം. എന്താ പറയുന്നത്? ഹി മസ്റ്റ് ബി എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഹി മസ്റ്റ് ബി എ ചാർട്ടേഡ് അക്കൗണ്ട്. അപ്പൊ ചാർട്ടേഡ് അക്കൗണ്ട് ഏതാ? ആസ് പെർ സി ആക്ട് 1949 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ICAയുടെ പ്രകാരം ചാർട്ടേഡ് അക്കൗണ്ട് ആയിരിക്കണം. അല്ലെ, എല്ലാ രാജ്യത്തും ചാർട്ടേഡ് അക്കൗണ്ട്സ് ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ശ്രീലങ്ക. ക്ലിയർ ആവുന്നല്ലേ?
അപ്പൊ എല്ലാ സ്ഥലത്തും ചാർട്ടേഡ് അക്കൗണ്ട്സ് ഉണ്ട്. നമുക്ക് ഏത് ആസ് പെർ ചാർട്ടേഡ് അക്കൗണ്ട്സ് ആക്ട് 1949 ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ട് ആയിരിക്കണം. അത് മാത്രമായിട്ട് പോരാ, ഹോൾഡിംഗ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് COP ഹോൾഡ് ചെയ്തിരിക്കണം. സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് എന്ത് ചെയ്തിരിക്കണം? ഹോൾഡ് ചെയ്തിരിക്കണം. എവിടെ? ഇൻ ഇന്ത്യ. ഇത്രയും പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ he can be eligible to audit the company. ഇത് ക്ലിയർ ആവുണ്ടല്ലോ. So he must be a chartered accountant as per Chartered Accounts Act 1949 holding certificate of practice in India. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. Chartered accountant but not holding a certificate of practice. Even though I am chartered accountant as per ICA Indian Chartered Accounts Act 1949 എന്തില്ല, എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഓഡിറ്റർ ആവാൻ പറ്റില്ല. ഇത് ക്ലിയർ ആവുന്നില്ല. ഞാൻ ചാർട്ടേഡ് അക്കൗണ്ട് ബട്ട് ആസ് പെർ ചാർട്ടേഡ് അക്കൗണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് എനിക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തൊക്കെ പോയെന്ന് നോക്കാം. അതിൽ ചാർട്ടേഡ് അക്കൗണ്ട് ആയിരിക്കണം, സി ആക്ട് 1949 പ്രകാരം ആയിരിക്കണം, ഹോൾഡിംഗ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഇൻ ഇന്ത്യ ആയിരിക്കണം. ഇതാണ് സെക്ഷൻ 141 സബ്സെക്ഷൻ 1 പ്രകാരം. അപ്പൊ ആസ് പെർ സെക്ഷൻ 141 സബ്സെക്ഷൻ 1 he must be a chartered accountant as per Chartered Accountants Act 1949 holding certificate of practice India. ഇത്രയും പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ ഒരാൾ CA കാരനാന്ന് വെച്ചാൽ അയാൾക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റിയ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഹോൾഡ് ചെയ്തിരിക്കണം. ഇനി COP എന്ന് പറഞ്ഞ രണ്ട് രീതിയിലുണ്ട്. ഞാൻ പ്രാക്ടിക്കലി പറഞ്ഞു മാത്രം, പുസ്തകത്തിലൊന്നുമില്ല. ഒന്ന് പാർട്ട് ടൈം COP ഉണ്ട്. പാർട്ട് ടൈം COP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് ടൈം പ്രാക്ടീസും പാർട്ട് ടൈം ജോബിന് പോവാം. ഫുൾ ടൈം COP ഉണ്ട്. ഫുൾ ടൈം COP എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം പ്രാക്ടീസ് ഉള്ള ആളായിരിക്കും. അതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കൗൺസിൽ, സിഎയുടെ കൗൺസിൽ പ്രകാരം അവരുടെ അപ്രൂവൽ പ്രകാരം മറ്റ് ആക്ടിവിറ്റീസ് ചെയ്യാം. അതർവൈസ് അയാളുടെ മെയിൻ ഒക്യുപ്പേഷൻ എന്നുള്ള പ്രൊഫഷൻ എന്നുള്ള ഫുൾ ടൈം പ്രാക്ടീസ് ആയിരിക്കും. പാർട്ട് ടൈം ആണെങ്കിൽ പാർട്ട് ടൈം ആൾക്ക് ജോബിന്, പാർട്ട് ടൈം എംപ്ലോയ്മെന്റ് വോട്ട് അയാൾക്കത് ചെയ്യാൻ പറ്റും കേട്ടോ. സോ ഇതാണ് എന്ത് ആസ് പെർ സെക്ഷൻ 141 സബ്സെക്ഷൻ 1 qualification. കഴിഞ്ഞിട്ടില്ല. സോ ഒന്നുകൂടി പറഞ്ഞു, he must be a chartered accountant as per Chartered Accounts Act 1949 holding certificate of practice in India. ഇത്രയും പോയിന്റ് നോക്കണം. ഇനി കഴിഞ്ഞില്ല 141 സബ്സെക്ഷൻ 1 തന്നെ ഫോംസ് ഓഫ് ഓഡിറ്റേഴ്സ് ഓർ ഫോംസ് ഓഫ് പ്രാക്ടീസ്. ഏതൊക്കെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. ഫോംസ് ഓഫ് ഓഡിറ്റേഴ്സ് ആൻഡ് ഫോംസ് ഓഫ് പ്രാക്ടീസ് ഏതൊക്കെ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം? 3 തരത്തിൽ പ്രാക്ടീസ് ചെയ്യാം. ഒന്ന് ഇൻഡിവിജ്വൽ ഓർ പ്രൊപ്രൈറ്റർ, ഇൻഡിവിജ്വൽ ഓർ പ്രൊപ്രൈറ്റർ. 2 ഫേം, 3 LLP. അപ്പൊ ശ്രദ്ധിക്കുക, കമ്പനി ഫോമിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് എന്താണെന്ന് നമുക്ക് പറഞ്ഞുതരാം. 3 ഫോമിൽ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, ക്ലിയർ ആണല്ലേ? എനിക്ക് പ്രാക്ടീസ് ചെയ്യണം അല്ലെ? 3 ഫോമിൽ പ്രാക്ടീസ് ചെയ്യാം. ഇൻഡിവിജ്വൽ നെയിമിൽ പ്രാക്ടീസ് ചെയ്യാം. എന്താ ഇൻഡിവിജ്വലും പ്രൊപ്പറേറ്റും തമ്മിൽ വ്യത്യാസം? രണ്ടിന്റെയും സ്റ്റാറ്റസ് വ്യത്യാസമില്ല. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ നെയിമിലാണ് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ CA അജു PV ആ പേരിലാണ് പ്രാക്ടീസ് ചെയ്യുക. പ്രൊപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ട്രേഡ് നെയിം ഉണ്ടായിരിക്കും. പ്രൊപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ സ്റ്റാറ്റസിന്, പക്ഷെ ട്രേഡ് നെയിം ഉണ്ടായിരിക്കും. അജു ആൻഡ് കമ്പനി അപ്പൊ ഒരു ട്രേഡ് നെയിം ആയി. ഞാൻ അവിടെ എന്ത് ചെയ്യുന്നു, പ്രൊപ്പറേറ്റർ ആണ്. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ CA അജു PV ഒരു ട്രേഡ് നെയിം ഉണ്ടാവില്ല കേട്ടോ. ഇതാണ് തമ്മിൽ വ്യത്യാസം. സ്റ്റാറ്റസ് വ്യത്യാസമില്ല. ഇൻഡിവിജ്വൽ നെയിമിലോ പ്രൊപ്പറേറ്റർഷിപ്പിലോ എന്ത് ചെയ്യാം, അയാൾക്ക് പ്രാക്ടീസ് ചെയ്യാം. രണ്ടിന് സ്റ്റാറ്റസ് ഒന്നാണ്, പക്ഷെ രണ്ടിന് സൈനിങ് രീതി വ്യത്യാസം ഉണ്ടാവും. ഒന്ന് ഇൻഡിവിജ്വൽ നെയിമിലാണ് സൈൻ ചെയ്യുക, ഒന്ന് ട്രേഡ് നെയിം ഉണ്ടാവും. ഇനി ഫോം ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം, ദെൻ LLP ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇനി ഇതിൽ പറയുന്ന കണ്ടീഷൻ നോക്കാം. ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് എങ്കിൽ such individual should satisfy the conditions as per section 141 subsection 1. അപ്പൊ സെക്ഷൻ 141 സബ്സെക്ഷനിൽ പറയുന്ന ഈ കണ്ടീഷൻസ് that individual should satisfy. ഞാൻ പറഞ്ഞു മനസ്സിലാവില്ലേ? So if he is practicing individually or as a proprietor, that individual should satisfy the conditions as per section 141 subsection 1. So he must be a chartered accountant as per Chartered Accounts Act 1949 holding certificate of practice in India. He is practicing as firm. ഫേം എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് അല്ലെ? അവിടെ പറയുന്നത് മെജോറിറ്റി ഓഫ് പാർട്ട്നേഴ്സ്. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ, മെജോറിറ്റി ഓഫ് പാർട്ട്നേഴ്സ്. അപ്പൊ ഇവിടെ ഞാൻ MCQ എന്ന് എഴുതി വെക്കണം. ഇത് MCQ അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് ആയിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. മെജോറിറ്റി ഓഫ് പാർട്ട്നേഴ്സ് ഷുഡ് സാറ്റിസ്ഫൈ ദ കണ്ടീഷൻസ് ആസ് പെർ സെക്ഷൻ 140. അപ്പൊ എല്ലാ പാർട്ട്നേഴ്സും വേണമെന്നില്ല, മെജോറിറ്റി ഓഫ് പാർട്ട്നേഴ്സ് എന്ത് ചെയ്താൽ മതി, സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അതിന് വളരെ വൈഡ് എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട് കേട്ടോ. എക്സ്പ്ലനേഷൻ എന്താ നോക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി, 2 പാർട്ട്നേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ എന്തായിരിക്കണം, 2 പേരും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം അല്ലെ? കാരണം അവിടെ മെജോറിറ്റി പറഞ്ഞ കൺസെപ്റ്റ് വരുന്നില്ല. 3 പാർട്ട്നേഴ്സ് ആണ് എങ്കിൽ അല്ലെ, അപ്പൊ അതില് 2:1 ആയിരിക്കണം അല്ലെ? 2 പേര് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഇനി 4 പാർട്ട്നേഴ്സ് ആണ് എങ്കിൽ അപ്പൊ 3 പേര് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. 5 പാർട്ട്നേഴ്സ് ആണെങ്കിൽ മിനിമം 3 പേര് എന്ത് ചെയ്തിരിക്കണം, സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം അല്ലെ? മെജോറിറ്റി ഓഫ് പാർട്ട്നേഴ്സ് ക്ലിയർ ആവില്ല. മെജോറിറ്റി ഓഫ് പാർട്ട്നേഴ്സ് എന്തായിരിക്കണം, ഹോൾഡിംഗ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഇൻ ഇന്ത്യ ആയിരിക്കണം. ബാക്കിയുള്ളവർക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ബാക്കിയുള്ളവർ വേണമെങ്കിൽ വെറും ചാർട്ടേഡ് അക്കൗണ്ട്സ് ഉണ്ടാവാം. ക്ലിയർ ആവുന്നല്ലോ അല്ലെ? അത് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഹോൾഡ് ചെയ്യണമെന്നില്ല. ഇനി അതല്ല,
ഞാൻ പറഞ്ഞ മനസ്സിലുണ്ട്. ഇനി ഇതിൽ തന്നെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇനി പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ചാർട്ടേഡ് അക്കൗണ്ട്സിന് മാത്രമേ ഉണ്ടാവുള്ളൂ. സി എക്കാരൊക്കെ പാർട്ട്ണർഷിപ്പില് CMA-കാരായിട്ട് പാർട്ട്ണർഷിപ്പിൽ എൻട്രി ചെയ്യാം, CS-കാരായിട്ട് എൻട്രി ചെയ്യാം, ആക്ച്വറിയൽ വാല്യുവേഷൻ അതോറിറ്റി അവരായിട്ട് എന്ത് ചെയ്യാം, എൻട്രി ചെയ്യാം, എഞ്ചിനീയേഴ്സ് ആയിട്ട് എൻട്രി ചെയ്യാം. ക്ലിയർ ആവുണ്ട് അല്ലെ? ഇതൊക്കെ CA-യുടെ എന്താ ആക്ട് പ്രകാരം ഇന്ന ആൾക്കാരൊക്കെ ആയിട്ട് എൻട്രി ചെയ്യാം എന്നൊക്കെ, പാർട്ട്ണർഷിപ്പിൽ എൻട്രി ചെയ്യാം, ആ രീതിയിൽ പോവാം എന്നൊക്കെ പറയുന്നുണ്ട്. LLP ഹോൾഡേഴ്സ് ആയിട്ട് എൻട്രി ചെയ്യാം. ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടല്ലോ അല്ലെ? അപ്പൊ ഇവരൊക്കെ ആയിട്ട് പാർട്ട്ണർഷിപ്പിൽ എന്ത് ചെയ്യാം, CA-കാർക്ക് എൻട്രി ചെയ്യാം. അപ്പൊ നിങ്ങൾ പാർട്ട്നേഴ്സ് എന്ന് പറയാൻ മനസ്സിലാക്കേണ്ട CA-കാർ എന്ന രീതിയിൽ മാത്രം വെക്കണ്ട. ഫോർ എക്സാമ്പിൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഫോർ എക്സാമ്പിൾ ABCDE 4 ആൾക്കാരുണ്ട് എന്ന് വിചാരിക്കാം. A എന്ന് പറഞ്ഞാല് C ആണ്, COP ഹോൾഡ് ചെയ്യുന്നുണ്ട്. B എന്ന് പറഞ്ഞാല് C ആണ്, COP ഹോൾഡ് ചെയ്യുന്നുണ്ട്. C എന്ന് പറഞ്ഞാല് C ആണ്, COP ഹോൾഡ് ചെയ്യുന്നുണ്ട്. D എന്ന് പറഞ്ഞാല് CMA ആണ്. E എന്ന് പറഞ്ഞാല് C ആണ്, പക്ഷെ അയാൾക്ക് COP ഇല്ല. നോക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ ആവാം പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ ചാർട്ടേഡ് അക്കൗണ്ട്സിനെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ട്സ് ഉണ്ടാവാം. ചാർട്ടേഡ് അക്കൗണ്ട്സിനെ ആരൊക്കെ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ, എൻട്രി ചെയ്യാൻ പറ്റുമോ, അവരൊക്കെ പാർട്ട്നേഴ്സ് ആയിട്ട് അവിടെ ഉണ്ടാവാം. CA ആക്ട് പ്രകാരം എൻട്രി ചെയ്യാൻ പറ്റിയ ആൾക്കാരൊക്കെ പാർട്ട്നേഴ്സ് ആയിട്ടുണ്ടാവും. നമ്മൾ നോക്കേണ്ടത് ആ പറയുന്ന ഫേമിന് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ആവാൻ പറ്റുമെന്നാണ്. എന്താ ആക്ട് പറഞ്ഞത്? 141 സബ്സെക്ഷൻ എന്താ പറഞ്ഞത്? മെജോറിറ്റി ഓഫ് പാർട്ട്നേഴ്സ് ഷുഡ് ബി എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഹോൾഡിംഗ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഇൻ ഇന്ത്യ. ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ എത്ര ഉണ്ട്? CA COP ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇയാളുണ്ട്. CA COP ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ 5 ആൾക്കാർ മിനിമം 3:1 ആയിരിക്കണം. 3 ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ ദിസ് കമ്പനി, ഇപ്പൊ ഇതിന്റെ A&Co ആണെങ്കിൽ ദിസ് ഫേം ഈസ് എലിജിബിൾ ടു ബി സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ഓഫ് എ കമ്പനി. ഇത് ക്ലിയർ ആവുണ്ടല്ലോ? അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അതാണ് മെജോറിറ്റി ഓഫ് പാർട്ട്നേഴ്സ്. അപ്പൊ അതിന് ചാർട്ടേഡ് അക്കൗണ്ട്സ് അല്ലാത്ത ആൾക്കാരുണ്ടാവുക, ചാർട്ടേഡ് അക്കൗണ്ട്സ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഹോൾഡ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. നമ്മൾ നോക്കുക ആരൊക്കെയായിട്ടാണ് CA ആക്ട് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പാർട്ണർഷിപ്പ് എൻട്രി അവരൊക്കെ ഉണ്ടാവും. ആ രീതിയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ ഈ ഭാഗം വായിക്കാനായിട്ട്, അല്ല നിങ്ങളുടെ മനസ്സിൽ ചാർട്ടേഡ് അക്കൗണ്ട്സിനെ മാത്രം കൊണ്ടുവരണം. ഇത് ക്ലിയർ ആവുണ്ടല്ലോ? ഇനി അതിൽ മെജോറിറ്റി ഓഫ് പാർട്ട്നേഴ്സ് ഈ പറഞ്ഞ 141 സബ്സെക്ഷൻ 1 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. പെർഫെക്റ്റ് ആണല്ലോ? യെസ്. ഇനി LLP ആണെങ്കിൽ വാട്ട് ഈസ് മെന്റ് ബൈ LLP? LLP കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? LLP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എടുക്കാം LLPക്ക്. E&Y is an LLP. KPMG is an LLP. Deloitte is an LLP. ഇതൊക്കെ LLPs ആണ്. ബിഗ് ഫോർസ് ഒക്കെ LLPs ആണ്. ക്ലിയർ ആണ്? എന്താ LLPയുടെ പ്രത്യേകത? അവിടെ ചാർട്ടേഡ് അക്കൗണ്ട്സിന് മാത്രമല്ല പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും. അവിടെ ഫേംസ് ഉണ്ടാവാം, പ്രൊപ്രൈറ്റർ ആയിട്ട് ചാർട്ടേഡ് അക്കൗണ്ട് പ്രാക്ടീസ് ചെയ്യാനുണ്ടാവാം, ഫേം ആയിട്ട് ചാർട്ടേഡ് അക്കൗണ്ട്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവാം, ഇനി CMA-കാരുണ്ടാവാം, CS-കാരുണ്ടാവാം, കളക്ഷൻ ഓഫ് ഫേംസും കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഇതൊക്കെ ചേർന്നതാണ് LLP എന്നുള്ളത്. അപ്പൊ E&Y ഓഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ E&Y അല്ല ഓഡിറ്റ് ചെയ്യുന്നത്, അതില് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ട്സ് ആണ് ഓഡിറ്റ് ചെയ്യുന്നുണ്ടാവുക, പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ. ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടല്ലോ അല്ലെ? ഇത് ക്ലിയർ ആയോ? അപ്പൊ LLP എന്ന് പറയുമ്പോൾ അവിടെ പറയണത് നോക്കിക്കോളോ, ഓൺലി CAs in പ്രാക്ടീസ്. അപ്പൊ ആ LLPയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ട്സിന് ആരാണോ, അത് ഫേം ആയിരിക്കാം, ഇൻഡിവിജ്വൽ ആയിരിക്കാം. ഫേം ആണെങ്കിൽ ഫേമിന്റെ കണ്ടീഷനും, ഇൻഡിവിജ്വൽ ആണ് ഇൻഡിവിജ്വലിന്റെ കണ്ടീഷനും. സോ ഓൺലി CAs in പ്രാക്ടീസ് satisfying conditions as per section 141 subsection 1 can become the statutory auditor of the company as per section 141 subsection 2. അപ്പൊ നമ്മളോട് പറഞ്ഞ 2 സെക്ഷൻ വരുന്നുണ്ട്. രണ്ടാമത്തെ സെക്ഷൻ ആണ് ഇവിടെ പറയുന്നത് section 141 subsection 2 LLP-യുമായി ബന്ധപ്പെട്ടാണ്. So only CAs in practice who satisfy the conditions as per section 141 subsection 1 can become the statutory auditor of the company. അതാണ് section 141 subsection 2 പറയുന്നത്. ഇത്രയാണ് ക്വാളിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റേഴ്സ് 2 സെക്ഷൻ, section 141 subsection 1, section 141 subsection 2. അതെന്താ പറയുന്നത്? section 141 subsection 1 പ്രകാരം he must be a chartered accountant as per Chartered Accountants Act 1949 holding certificate of practice in India. 3 ഫോമിൽ പ്രാക്ടീസ് ചെയ്യാം. ഇൻഡിവിജ്വൽ പ്രൊപ്രൈറ്റർ, ഫേം, LLP. ഇൻഡിവിജ്വൽ പ്രൊപ്രൈറ്റർ, such individual should satisfy the conditions of section 141 subsection 1. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ നെയിമിലും പ്രൊപ്രൈറ്റർ എന്ന ട്രേഡ് നെയിമിലാണ് സൈൻ ചെയ്യാൻ പറ്റുക. ഫേം എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ഓഫ് പാർട്ട്നർ should satisfy the conditions of section 141 subsection 1. പാർട്ട്നേഴ്സ് പറയുമ്പോൾ അതിൽ ചാർട്ടേഡ് അക്കൗണ്ട്സിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, CA-കാർക്ക് മറ്റ് പ്രൊഫഷണൽസ് ആയിട്ട് എന്ത് ചെയ്യാം, പാർട്ണർഷിപ്പിൽ എൻട്രി ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ വേണം കാഴ്ചപ്പാടെടുക്കുക. LLP എന്ന് പറഞ്ഞാൽ only those chartered accountants only chartered accountants in practice can become the statute or satisfy the conditions as per section 141 subsection 1 can become the statutory auditor of the company. അത് പറയുന്നത് section 141 subsection 2. അങ്ങനെ 2 സെക്ഷൻസും ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യം. ഇങ്ങനെ വൃത്തിയായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആക്ട് പഠിക്കണം കേട്ടോ. ഞാൻ ഇതുവരെ എടുത്തത് ഓഡിറ്റിംഗ് ആയി, ഇപ്പോഴാണ് ആക്ട് എടുത്ത് തുടങ്ങുന്നത്. ആക്ട് പഠിക്കുമ്പോൾ അങ്ങനെ വൃത്തിയായിട്ട് പഠിക്കാം. ഇതിൽ അതേ വാചകം വേണമെന്നില്ല, നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതിയ പോലെ എന്ത് ചെയ്യുക, ടിക്ക് അടിച്ചിട്ട് എന്ത് ചെയ്യുക, ആൻസർ എഴുതി വെക്കാനും പറ്റും. ഇത്രയും ക്ലിയർ. അപ്പൊ ക്വാളിഫിക്കേഷൻ ക്ലിയർ ആയല്ലോ?
അടുത്ത ഡിസ്ക്വാളിഫിക്കേഷൻ നോക്കാം. സെക്ഷൻ 143 സബ്സെക്ഷൻ 141 സബ്സെക്ഷൻ 3 ട്ടോ. 141 സബ്സെക്ഷൻ 1 2 ഡിസ്ക്വാളിഫിക്കേഷൻ ആയിരുന്നു. സെക്ഷൻ 141 സബ്സെക്ഷൻ 3 ഡിസ്ക്വാളിഫിക്കേഷൻ. ശ്രദ്ധിക്കുക, നമുക്ക് 12ഓളം ഡിസ്ക്വാളിഫിക്കേഷൻസ് ഡീൽ ചെയ്യാനുണ്ട്. മൂന്നെണ്ണം വെച്ചിട്ട് 4 ഘട്ടമായിട്ട് എന്ത് ചെയ്യാം, ഡീൽ ചെയ്യാം. ഇനി ഇതിൽ തന്നെ MCQ ചോദിക്കാം, ട്രൂ ഓർ ഫോൾസ് ചോദിക്കാം, 3 മാർക്സ് ഓർ 4 മാർക്സിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. ഘട്ടം ഘട്ടമായിട്ട് പഠിച്ചു. നേരത്തെ പറഞ്ഞാൽ 3 S ഫോളോ ചെയ്യാം. ഷോർട്ട്, സിമ്പിൾ ആൻഡ് സ്പെസിഫിക്. ഇതായിരിക്കണം നമ്മൾ ആൻസർ ചെയ്യേണ്ട രീതി കേട്ടോ. അപ്പൊ ഓരോന്നും പഠിക്കല്ലേ, ശ്രദ്ധിച്ചോളാം. ആദ്യത്തെ 3 നോക്കാം. ബോഡി കോർപ്പറേറ്റ് എക്സെപ്റ്റ് LLP. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എക്സാമ്പിൾ എന്തായിരുന്നു, നമുക്ക് കമ്പനി ഫോമിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. 3 ഫോംസിലെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇൻഡിവിജ്വൽ, പ്രൊപ്രൈറ്റർ, ഫേം, LLP. കമ്പനി ഫോമിൽ പറ്റില്ല. സോ ഞങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ട്സ് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു വിചാരിക്കുക. ഞങ്ങൾക്ക് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ആവാൻ പറ്റില്ല. കമ്പനി ഫോമിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ആവാൻ പറ്റില്ല. എക്സെപ്റ്റ് LLP ബോഡി കോർപ്പറേറ്റ്. അപ്പൊ LLP ഫോമിനാവാം. കമ്പനി ഫോമിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ആവാൻ പറ്റില്ല. ഇത് ക്ലിയർ ആവില്ല. അതിന്റെ റീസൺ പറഞ്ഞുതരാം. പുസ്തകത്തിലില്ല റീസൺ ഒന്നും. ബിക്കോസ് ഓഫ് ദ ലിമിറ്റഡ് ലയബിലിറ്റി. നമ്മുടെ സൈഡിൽ എഴുതി വെക്കുന്നത് കേട്ടോ. ലിമിറ്റഡ് ലയബിലിറ്റി എന്താ ഉദ്ദേശിക്കുന്നത്? ഇഫ് ഞങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ട്സ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്, ചാർട്ടേഡ് അക്കൗണ്ട്സ് ആണ് കമ്പനി ഫോം ചെയ്തത്, we will be the members. The members liability is limited to the unpaid value of shares held by me and my associates. അല്ലെ, ഞാൻ എന്റെ ആൾക്കാരും എന്റെ കൊളീഗ്സും ഹോൾഡ് ചെയ്യുന്ന ഷെയർസിന് അൺപെയ്ഡ് വാല്യൂവിന് മാത്രമേ എനിക്ക് ലയബിലിറ്റി വരുന്നുള്ളൂ, എനിക്ക് അവർക്ക് ലയബിലിറ്റി വരുന്നുള്ളൂ. അപ്പൊ എന്തെങ്കിലും പ്രശ്നം വന്നാൽ കമ്പനിയാണ് ലയബിലിറ്റി വരിക. അപ്പൊ ഞങ്ങളുടെ കമ്പനികളെ കൊണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് വന്നാലും കമ്പനിക്ക് ലയബിലിറ്റി വരിക. അല്ലെ, ആയതിനാൽ ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ളതിനാൽ ബോഡി കോർപ്പറേറ്റ് ഫോമിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആദ്യത്തെ ഡിസ്ക്വാളിഫിക്കേഷൻ കഴിഞ്ഞു. LLP, ഫേം, ഇൻഡിവിജ്വൽ ഓർ പ്രൊപ്രൈറ്റർ. രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു CA ചാർട്ടേഡ് അക്കൗണ്ട് who is an officer or employee of the company. ഓഫീസർ ഓർ എംപ്ലോയി. അപ്പൊ ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഡയറക്ടേഴ്സ് എന്നൊരു പൊസിഷൻ എടുക്കുക. ഡയറക്ടർ, എംപ്ലോയി എന്ന് പറഞ്ഞാൽ എംപ്ലോയി ആണ്. അപ്പൊ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ഒരു കമ്പനി ഡയറക്ടർ ആണെങ്കിൽ, ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ഒരു കമ്പനിയുടെ എംപ്ലോയി ആണെങ്കിൽ അവിടെ ഡിസ്ക്വാളിഫിക്കേഷൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ പക്ഷെ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യണം കേട്ടോ. ഒരാൾക്ക് എങ്ങനെയാ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ഒരു കമ്പനിയുടെ ഡയറക്ടർ ആവാൻ പറ്റുമോ? ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ഒരു കമ്പനിയുടെ എംപ്ലോയി ആവാൻ പറ്റുമോ? അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ റൈസ് ചെയ്യും. അങ്ങനെ പറ്റുമെങ്കിൽ മാത്രമല്ലേ ഡിസ്ക്വാളിഫിക്കേഷൻ അപ്ലിക്കേഷൻ വരുന്നുള്ളൂ. പറ്റില്ലെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷൻ അപ്ലിക്കേഷൻ വരുന്നില്ല. പക്ഷെ അത് പറഞ്ഞ സ്ഥിതിക്ക് പറ്റുമെന്നാണ് അല്ലെ. അപ്പൊ അതിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യണം. അപ്പൊ CA who is an officer or employee of the company. ഒരു കമ്പനിയുടെ ചാർട്ടേഡ് അക്കൗണ്ട് ഡയറക്ടർ ആണ്, ഒരു കമ്പനിയുടെ ചാർട്ടേഡ് അക്കൗണ്ട് എംപ്ലോയി ആണെങ്കിൽ ആ പർട്ടിക്കുലർ കമ്പനി എന്ത് ചെയ്യാൻ പറ്റില്ല, ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ആ പർട്ടിക്കുലർ കമ്പനി എന്ത് ചെയ്യാൻ പറ്റില്ല, ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോ അജു ആൻഡ് കോ ക്ലിയർ ആവുന്നുണ്ട് അല്ലെ. അജു ആൻഡ് കോ പ്രൈവറ്റ് ലിമിറ്റഡ് ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ദിസ് ഈസ് ബോഡി കോർപ്പറേറ്റ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ദെൻ അജു ആൻഡ് കോ LLP ഓർ ഫേം ആണ് അല്ലെ, അവർക്ക് എന്ത് ചെയ്യാൻ, പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അജു ആൻഡ് കമ്പനി അജു ആണത് ഒരു കമ്പനിയിലത്തെ ഓഫീസർ, ഈ പറഞ്ഞ കമ്പനിയിലത്തെ ഓഫീസർ എംപ്ലോയി ആണെങ്കിൽ അവിടെ ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആവുന്നല്ലോ അല്ലെ. അതപ്പോ നമ്മൾ പറഞ്ഞ പോയിന്റ്, ഓഫീസറോ എംപ്ലോയോ ഒരു കമ്പനിയിലാണെങ്കിൽ അല്ലെങ്കിൽ ഡയറക്ടറോ എംപ്ലോയോ ഒരു കമ്പനിയിലാണെങ്കിൽ എനിക്ക് ആ പർട്ടിക്കുലർ കമ്പനി എന്ത് ചെയ്യാൻ പറ്റില്ല, ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനുണ്ട് കേട്ടോ. എന്താ ഉദ്ദേശിക്കുന്നത്? ഡയറക്ടർ എന്നുള്ളത് 2 തരത്തിലുള്ള ഡയറക്ടേഴ്സ് ഉണ്ട്. എക്സിക്യൂട്ടീവ് ഡയറക്ടറും നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറും. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് പ്രാക്ടീസ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ട് എന്തായാലും എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആവാൻ പറ്റില്ല. എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ അഫയേഴ്സിൽ ഇടപെടുന്ന ആളാണ്, ഫുൾ ടൈം ഡയറക്ടർ. ഇതൊക്കെയാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നുള്ളത്. എന്തായാലും CA-ക്കാർക്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആവാൻ പറ്റില്ല. അപ്പൊ അതിനെ പറ്റി ആലോചിക്കേണ്ട. CA-ക്കാർക്ക് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആണ്. അതായത് പ്രൊഫഷണൽ കപ്പാസിറ്റിയിൽ എന്ത് ചെയ്യുക, ഡയറക്ടർ ആവാം. ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനിയുടെ അക്കൗണ്ടിങ് പ്രൊഫഷണൽ മാറ്റേഴ്സ് ഡീൽ ചെയ്യുന്ന ഒരാൾ വേണം. അപ്പൊ എന്നെ വേണമെങ്കിൽ ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യാം. അത് പ്രൊഫഷണൽ കപ്പാസിറ്റി, ഞാൻ ഡേ ടു ഡേ അഫയേഴ്സിൽ ഇടപെടില്ല. ആസ് എൻ അഡ്വൈസർ എന്ന രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാം, ഡയറക്ടർ ആവും. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടിന് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടിന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആവാൻ പറ്റും. അപ്പൊ അതിനെ പറ്റി ആലോചിക്കണ്ട. അപ്പൊ എന്താവാൻ പറ്റുള്ളൂ, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആവാനേ പറ്റും. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ കമ്പനി എന്ത് ചെയ്യാൻ പാടില്ല, ഓഡിറ്റ് ചെയ്യാൻ പാടില്ല. അതാണ് ഇവിടെ ഓഫീസർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ക്ലിയർ ആയാലോ? എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എംപ്ലോയിയുടെ കാര്യം എടുക്കാം. ഇവിടെ എംപ്ലോയി ആവാൻ പറ്റുമെന്ന് ചോദ്യം. അപ്പൊ ഞാൻ പറയുന്നു COP എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ. COP എന്തുണ്ട്, ഫുൾ ടൈം ഉണ്ട്, പാർട്ട് ടൈം ഉണ്ട് അല്ലെ. പാർട്ട് ടൈം, ഫുൾ ടൈം COP ആണെങ്കിൽ എംപ്ലോയി ആവുന്നതിനെ കുറിച്ച് ചിന്തിക്കണ്ട. ആ പോയിന്റ് അവിടെ വരുന്നില്ല. പാർട്ട് ടൈം COP ആണെങ്കിൽ എനിക്ക് പാർട്ട് ടൈം എംപ്ലോയ്മെന്റ് പോവാം. ആണോ അല്ലെ? ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ട് അല്ലെ. ഫുൾ ടൈം COP ആണെങ്കിൽ എംപ്ലോയ്മെന്റിനെ കുറിച്ച് ചിന്തിക്കണ്ട. അപ്പൊ അത് കിട്ടോ. അപ്പൊ ഇവിടെ എംപ്ലോയി എന്ന് ഉദ്ദേശിക്കുന്ന പാർട്ട് ടൈം എംപ്ലോയ്മെന്റ് ആണ്. അപ്പൊ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ട് ആണ് പാർട്ട് ടൈം COP ഹോൾഡ് ചെയ്യുന്നത്. പാർട്ട് ടൈം ഞാൻ വേറൊരു കമ്പനിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, എംപ്ലോയി ഉണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ കമ്പനി എന്ത് ചെയ്യാൻ പറ്റില്ല,
ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതാണ് SEA who is an officer or employee of the company. ഇത് ക്ലിയർ? SEA who is an officer. അപ്പൊ ഞാൻ ഒരു കമ്പനിയെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണ്, ആ കമ്പനി ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരു കമ്പനിയുടെ പാർട്ട് ടൈം എംപ്ലോയി ആണ്, ആ കമ്പനി എനിക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആയല്ലോ, വ്യക്തമായല്ലോ എക്സ്പ്ലനേഷൻ. തേർഡ് പോയിന്റ് അതിന് കണക്റ്റഡ്. തേർഡ് പോയിന്റ് പറയണത് ശ്രദ്ധിച്ചോളൂ. തേർഡ് പോയിന്റ്, എ പാർട്ണർ ഓഫ് സച്ച് ഓഫീസർ. ഇവിടെ നേരത്തെ പറഞ്ഞ ഓഫീസർ ഉണ്ടല്ലേ, അയാളുടെ പാർട്ണറോ ഓർ സച്ച് എംപ്ലോയി, നേരത്തെ പറഞ്ഞ എംപ്ലോയി ഇല്ലേ, അയാളുടെ പാർട്ണറോ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. അപ്പൊ ഞാൻ ഇതും എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ ശ്രദ്ധിച്ചോളൂ, ഞാൻ ഇവിടെ തന്നെ എഴുതി വെക്കുന്നുണ്ട്, നമുക്ക് വേറെ പേജ് ഒന്ന് എടുത്തു നോക്കാം. ഫോർ എക്സാമ്പിൾ ശ്രദ്ധിച്ചോളൂ. ഫോർ എക്സാമ്പിൾ അജു, ഓക്കെ ക്ലിയർ ആവണല്ലേ, ഞാനും എന്റെ വൈഫും എന്താണ് അജു ആൻഡ് പോലത്തെ പാർട്ട്നേഴ്സ് ആണെന്ന് വിചാരിക്കാം. ക്ലിയർ ആവുണ്ടല്ലോ. ഞാൻ എക്സ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുടെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണെന്ന് വിചാരിക്കൂ. അപ്പൊ നേരത്തെ എക്സ്പ്ലനേഷൻ പ്രകാരം ഞാൻ എലിജിബിൾ അല്ല. ക്ലിയർ ആവണ്ടായി, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ആവാൻ പറ്റില്ല. എനിക്ക് പറ്റില്ല എങ്കിൽ, പക്ഷെ എന്റെ വൈഫ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അല്ല, ഒന്നുമല്ല, ഷീസ് കോൺസെൻട്രേറ്റിംഗ് ഫുള്ളി ഓൺ ദ പ്രാക്ടീസ്. ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടല്ലേ. പക്ഷേ ഇദ്ദേഹത്തിനും പറ്റില്ല എന്നാണ് പറയുന്നത്. ആൻഡ് റീസൺ എത്രയേ ഉള്ളൂ, വൺസ് എ പർട്ടിക്കുലർ പാർട്ണർ ഈസ് ഡിസ്ക്വാളിഫൈഡ് ദ എൻറ്റയർ ഫേം ഈസ് ഡിസ്ക്വാളിഫൈഡ്. അത് എക്സെപ്ഷൻ ഒരു കേസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ട്, അത് പറയട്ടെ. ജനറലി സ്പീക്കിംഗ് ഒരാൾ ഡിസ്ക്വാളിഫൈഡ് ആയ മൊത്തത്തിൽ ആ ഫേം ഡിസ്ക്വാളിഫൈഡ് ആവും. അപ്പൊ എന്റെ വൈഫിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ ഓഡിറ്റ് ചെയ്ത് സൈൻ ചെയ്യാൻ പറ്റില്ല. ഇത് ക്ലിയർ ആവുന്നുണ്ട്? ബിക്കോസ് അവിടെ ഇൻഡിപെൻഡൻസ് ഇൻ അപ്പിയറൻസ് തന്നെയാണ് കയറി വരുന്നത്. ക്ലിയർ ആണ്, ഇൻഡിപെൻഡൻസ് ഇൻ അപ്പിയറൻസ്. അപ്പൊ ഓർക്കുന്നുണ്ടല്ലോ, ഇതിന്റെ റീസൺ അതാണ്. പക്ഷെ ഇൻഡിപെൻഡൻസ് കാരണം എന്താ, ഞാൻ അവിടുത്തെ ഓഫീസറാണ്, ഞാൻ അവിടുത്തെ എംപ്ലോയി ആണ്, ഞാൻ ചിലപ്പോൾ ഇൻഡിപെൻഡൻസ് ഓഫ് മൈൻഡ് ഫോളോ ചെയ്തിരിക്കാം. പക്ഷെ പബ്ലിക്കിന്റെ പെർസ്പെക്ടീവ് ഇൻഡിപെൻഡൻസ് ഇൻ അപ്പിയറൻസിന് എന്ത് ചെയ്യും, അഫക്ട് ചെയ്യും. അഗെയിൻ ഞാൻ എന്റെ വൈഫ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു പാർട്ട്നേഴ്സ് ആയിട്ട്. ഇത് ക്ലിയർ ആവുന്നുണ്ട് അല്ലേ? എക്സ് ലിമിറ്റഡ്, ഞാന് പാർട്ട് ടൈം COP ആണ് ഹോൾഡ് ചെയ്യുന്നത്, വൈഫ് ഫുൾ ടൈം COP ആണ് ഹോൾഡ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലേ? ഞാൻ എക്സ് ലിമിറ്റഡിലെ എംപ്ലോയി ആണെന്ന് വിചാരിക്കുക. എക്സ് ലിമിറ്റഡിൽ എന്താണ്, എംപ്ലോയി ആണെന്ന് വിചാരിക്കുക. നേരത്തെ പറഞ്ഞോളെ ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആണ് അല്ലെ, എനിക്ക് പറ്റില്ല. പക്ഷെ എന്റെ വൈഫ് ഫുൾ ടൈം പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്, ആണോ അല്ലെ? എവിടെയില്ല, ഫുൾ ടൈം പ്രാക്ടീസില്ല, വേറെ ഒന്നും ചെയ്യാൻ എക്സ് ലിമിറ്റഡ് ബന്ധമില്ല. പക്ഷെ എന്റെ വൈഫ് എന്ത് ചെയ്യാൻ പാടില്ല, പ്രാക്ടീസ് ഓഡിറ്റ് ചെയ്യാൻ പാടില്ല. അവിടെ വൈഫ് ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും, എന്റെ പാർട്ട്ണർ എന്തായിരിക്കും, ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും. നേരത്തെ പറഞ്ഞ അതേ റീസണ് ഇൻഡിപെൻഡൻസ് ഇൻ അപ്പിയറൻസ് അഫക്റ്റീവ്. വൺസ് പാർട്ട്ണർ ഡിസ്ക്വാളിഫൈഡ് ദ എൻറ്റയർ ഫേം വിൽ ബി ഡിസ്ക്വാളിഫൈഡ്. ഇത് ക്ലിയർ ആയല്ലോ അല്ലെ? അതാണ് അവിടെ പറഞ്ഞ എക്സ്പ്ലനേഷൻ അല്ല. ശ്രദ്ധിച്ചോളൂ, ആ പോയിന്റ് ശ്രദ്ധിച്ചു നോക്കുക. അതിൽ എന്താ പറയണെന്ന് നോക്കൂ. എ പാർട്ട്ണർ ഓഫ് അല്ലെ സച്ച് ഓഫീസർ അല്ലെ ഓർ എംപ്ലോയി ഓഫ് ദ കമ്പനി. അത്തരത്തിലൊരു ഓഫീസറിനും എംപ്ലോയിനും പാർട്ട്ണർ ഒക്കെ എന്തായിരിക്കും, ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും. ഇതാണ് ആദ്യത്തെ 3 പോയിന്റ്, സെക്ഷൻ 141 സബ്സെക്ഷൻ 3. അപ്പൊ എന്താ പറഞ്ഞത്, എക്സാമ്പിൾ ക്ലിയർ ആയിരുന്നു അല്ലെ? So a body corporate X LLP, a CA who is an employee or officer of a company, a partner of such officer or employee of the company. Clear ആണല്ലേ? അവരൊക്കെ എന്തായിരിക്കും, ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും. അപ്പൊ ആദ്യത്തെ പാർട്ട് കഴിഞ്ഞു, ഡിസ്ക്വാളിഫിക്കേഷൻ. ആദ്യത്തെ 3 പോയിന്റ് കഴിഞ്ഞു. ഇത് ക്ലിയർ ആയല്ലോ? എന്റെ എക്സാംസ് ക്ലിയർ ആയല്ലോ? ഞാൻ അടുത്ത 3 നോക്കാം കേട്ടോ. അടുത്ത 3 ഒരേ പാറ്റേണിലാ പോണം. 4, 5, 6 ഒരേ പാറ്റേണിലാ പോണം. ശ്രദ്ധിച്ചോളൂ. A CA himself, അപ്പൊ ഞാൻ എനിക്ക് or his relative അല്ലെങ്കിൽ എന്റെ റിലേറ്റീവ് or his partner അല്ലെങ്കിൽ എന്റെ പാർട്ട്ണർ. അപ്പൊ എനിക്ക് തന്നെ വേണമെന്നില്ല, ഞാനോ എന്റെ റിലേറ്റീവോ എന്റെ പാർട്ട്ണറോ ഞങ്ങൾക്ക് എന്താ സംഭവിച്ചിട്ടുള്ളത്, ഞങ്ങൾക്കൊക്കെ ഹോൾഡിംഗ് സെക്യൂരിറ്റി ഓർ ഇൻട്രസ്റ്റ് ഇൻ എ കമ്പനി. ഒരു കമ്പനിയുടെ സെക്യൂരിറ്റി ഷെയർ ഹോൾഡർ ആണ്, ഡിബഞ്ചർ ഹോൾഡർ ആണ്, ഓർ എനിക്ക് ബെനിഫിഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക ആ കമ്പനിയുടെ. അങ്ങനെയാണെങ്കിൽ അത് എനിക്ക് വേണം, എനിക്ക് തന്നെ നിർബന്ധമില്ല, എനിക്കുണ്ട്, അല്ലെങ്കിൽ എന്റെ റിലേറ്റീവിനുണ്ട്, അല്ലെങ്കിൽ എന്റെ പാർട്ണർക്ക് ഉണ്ട്. ആർക്കും കാര്യം ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും. ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആയി എന്റെ പാർട്ണർ ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും, എന്റെ പാർട്ണർ ഡിസ്ക്വാളിഫൈഡ് ആയി ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും. പക്ഷെ എന്റെ റിലേറ്റീവിന് ഈ സാധനം ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും. ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടല്ലോ, ഞാൻ പാർട്ണർ ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും. ഇത് ക്ലിയർ ആവുണ്ടല്ലോ? സോ CA himself or his relative or his partner hold security or interest in a company. ഞാൻ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡർ, ഡിബഞ്ചർ ഹോൾഡർ അല്ലെങ്കിൽ ബെനിഫിഷ്യൽ ഇൻട്രസ്റ്റോ ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും. ഇനി ഏതൊക്കെ കമ്പനി ഡിസ്ക്വാളിഫൈ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിച്ചോളൂ ഈ പോയിന്റ് എന്ന് പറയുന്നത്. ഈ പോയിന്റ് എവിടെയൊക്കെ ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഒറ്റ സ്ഥാനത്തിൽ മാത്രമല്ല, ഡിസ്ക്വാളിഫിക്കേഷൻ ഇൻ സച്ച് കമ്പനി, ആ കമ്പനി ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും, അതിന്റെ ഹോൾഡിംഗ് കമ്പനി ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും, അതിന്റെ സബ്സിഡറി കമ്പനി ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും, കോ സബ്സിഡറി ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും, അസോസിയേറ്റ് ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും. ദാറ്റ് മീൻസ് ചെയിൻ കമ്പനീസിലൊക്കെ ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും. അപ്പൊ ആ കമ്പനി മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട എല്ലാ കമ്പനിയും ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും. ഇത് ക്ലിയർ ആണല്ലേ?
അതാണ് ഫോർത്ത് പോയിന്റ് ഡിസ്ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഹോൾഡിംഗ് സെക്യൂരിറ്റി എന്നാണ് ഹെഡിങ് എഴുതിയിട്ടുള്ളത്. ഇത് ക്ലിയർ ആണല്ലോ. സോ CA himself or his relative or his partner എന്താ പറയുന്നത് ഹോൾ സെക്യൂരിറ്റി ഡിബഞ്ചർ ഓർ ഷെയർ ഹോൾഡർ or having a beneficial interest in the company that അത് എനിക്ക് മാത്രം ഞാനായി കഴിഞ്ഞാൽ എന്റെ പാർട്ണർ ഡിസ്ക്വാളിഫൈ, എന്റെ ഫേം ഡിസ്ക്വാളിഫൈഡ്, എന്റെ പാർട്ണർക്ക് ഉണ്ടെങ്കിൽ പാർട്ണർ ഡിസ്ക്വാളിഫൈ ആയിരിക്കും, ഞാൻ ഡിസ്ക്വാളിഫൈ, എന്റെ ഫേം ഡിസ്ക്വാളിഫൈ ആയിരിക്കും. എന്റെ റിലേറ്റീവിനോ എന്റെ പാർട്ണർ റിലേറ്റീവിനോ അപ്പോഴും ഡിസ്ക്വാളിഫിക്കേഷൻ കയറി വന്നു. ഇൻ ദാറ്റ് കമ്പനി ഇറ്റ്സ് ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി, കോ സബ്സിഡറി കമ്പനി, അസോസിയേറ്റ് കമ്പനി, ചെയിൻ കമ്പനീസിലെല്ലാം ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും. പക്ഷെ അതിൽ ചില എക്സെപ്ഷൻസ് പറയുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ശ്രദ്ധിച്ചോളൂ. ഇൻ ദ കേസ് ഓഫ് റിലേറ്റീവിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷൻ അണ്ടർലൈൻ ചെയ്തോളൂ. ഡിസ്ക്വാളിഫിക്കേഷൻ അറൈസസ് ഓൺലി. അപ്പൊ റിലേറ്റീവ് ആണ് ഹോൾഡ് ചെയ്യണമെങ്കിൽ എനിക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ എപ്പോഴാണ് അറൈസ് ചെയ്യുക? ഓൺലി ഇഫ് നോക്കിക്കോളൂ, നോട്ട് ചെയ്ത് വെക്കുക. The face value of security held exceeds 1 lakh. ശ്രദ്ധിക്കുക, മാർക്കറ്റ് വാല്യൂ അല്ല പറയട്ടോ, ഫേസ് വാല്യൂ ഓഫ് സെക്യൂരിറ്റി ഹെൽഡ് എക്സീഡ്സ് ₹1 lakh. അപ്പൊ എന്റെ റിലേറ്റീവ് ആ പർട്ടിക്കുലർ കമ്പനിയില് ഹോൾഡ് ചെയ്യുന്ന ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് 1 ലക്ഷത്തിന് മേലെന്നെങ്കിൽ, മേലെ എന്നാ പറഞ്ഞ 1 ലക്ഷം ആയാലും കുഴപ്പമില്ല, 1 ലക്ഷത്തിന് മേലെന്നെങ്കിൽ വരുന്നതിന് എനിക്കോ എന്റെ പാർട്ണർക്കോ എന്ത് വരുന്നുള്ളൂ? ഡിസ്ക്വാളിഫിക്കേഷൻ. അപ്പൊ റിലേറ്റീവിന്റെ കേസാ പറഞ്ഞ റിലേറ്റീവ് ആണ് സെക്യൂരിറ്റി ഹോൾഡർ എങ്കിൽ അതിന്റെ ഫേസ് വാല്യൂ ഓഫ് സെക്യൂരിറ്റി ഹെൽഡ് 1 lakh എക്സീഡ് ചെയ്താൽ മാത്രമേ എന്ത് വരുന്നുള്ളൂ? എനിക്കോ എന്റെ പാർട്ണർക്കോ ഫേമിനോ ഡിസ്ക്വാളിഫിക്കേഷൻ വരുന്നുള്ളൂ. ഇനി അത് ഫേസ് വാല്യൂ പറയുന്നത് മാർക്കറ്റ് വാല്യൂ അല്ല. ഫോർ എക്സാമ്പിൾ ശ്രദ്ധിച്ചോളൂ. ഫോർ എക്സാമ്പിൾ 10,000 ഷെയർസ് റിലേറ്റീവ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, 90 രൂപയ്ക്കാണ് മാർക്കറ്റിന് വാങ്ങിച്ച്, 10 രൂപയാണ് ഫേസ് വാല്യൂ എന്ന് വിചാരിക്കാം. അപ്പൊ ശരി, മാർക്കറ്റ് വാല്യൂ പ്രകാരം എത്ര 9 lakhs ആണ് വരുന്നത് അല്ലെ? പക്ഷെ ഫേസ് വാല്യൂ പ്രകാരം എത്രയേ വരുന്നുള്ളൂ? 1 lakhs വരുന്നുള്ളൂ. മാർക്കറ്റ് വാല്യൂ 9 lakhs, ഫേസ് വാല്യൂ 1 lakh ആണോ അല്ലെ? ഡിസ്ക്വാളിഫിക്കേഷൻ റൈസ് ഇല്ല. അപ്പൊ അവിടെ നോക്കേണ്ടത് face value. So in the case of relative, the disqualification to the chartered accountant, to the partners arises only when the relative holds security, face value of security exceeding ₹1 lakh. Exceeding. അപ്പൊ 1 ലക്ഷത്തിന് മേലെ ആയിരിക്കണം. 1 ലക്ഷം കുഴപ്പമില്ല, മാർക്കറ്റ് വാല്യൂ അല്ല, ഫേസ് വാല്യൂ ആണ്. ഇനി ഈ പറയുന്ന കണ്ടീഷൻ, ഈ പറയുന്ന എക്സംഷൻ അത് റിലേറ്റീവിന്റെ കേസിൽ മാത്രം. ഞാനോ എന്റെ പാർട്ണറോ ഒരു ഷെയർ, അത് എത്ര വാല്യൂ ആയിക്കോട്ടെ, ഡിസ്ക്വാളിഫിക്കേഷൻ അറൈസ് ചെയ്യും. സോ ദിസ് ലിമിറ്റ് ഈസ് ഓൺലി ഇൻ ദ കേസ് ഓഫ് relative. The relative in the case മാത്രം limit ഉള്ളൂ. A CA himself or his partner is disqualified even if 1 share of security is held by them. ഇത്രയും ക്ലിയർ ആയല്ലേ? അപ്പൊ A CA himself or his relative or his partner hold security in a company or having a beneficial interest in a company, disqualified in such company, its holding company, subsidiary company, or subsidiary company, associate. Relative ആണെങ്കിൽ the disqualification arises only when the face value of security held exceeds 1 lakh. Exceeds 1 lakh. And the case of a partner or the chartered accountant, the disqualification arises even if 1 share is held by the or 1 debenture is 1 security is held by them. ഇനി ഇതിൽ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വാട്ട് റിലേറ്റീവ് എന്ന് പറയുന്നത് ഏതൊക്കെയാ പെടുക? ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇൻഡിവിജ്വൽ എടുത്തു. ഇപ്പൊ ഞാനാണെങ്കിൽ എന്റെ സ്പൗസ് റിലേറ്റീവ് ആണ്. ക്ലിയർ ആവുണ്ടല്ലോ അല്ലെ? എന്റെ സൺ ഇൻക്ലൂഡിങ് മൈ സ്റ്റെപ്പ് സൺ. ക്ലിയർ ആവുണ്ടല്ലോ? ദെൻ മൈ ഡോട്ടർ. ക്ലിയർ ആവുണ്ടല്ലേ? സ്റ്റെപ്പ് ഡോട്ടർ വന്നിട്ടില്ല കേട്ടോ. സണ്ണിന് സ്റ്റെപ്പ് സൺ ഉണ്ട്, ഡോട്ടർ സ്റ്റെപ്പ് ഇല്ല. ഈ സണ്ണിന്റെ വൈഫ്, ഡോട്ടറിന്റെ ഹസ്ബൻഡ്. അപ്പൊ ഇതൊരു കുടുംബം പോലെ അല്ലെ? അപ്പൊ ഞാൻ എന്റെ സ്പൗസ്, എന്റെ മകൻ ഓർ സ്റ്റെപ്സ് അല്ലെ, മകന്റെ വൈഫ്, എന്റെ ഡോട്ടർ സ്റ്റെപ്പ് ഡോട്ടർ വന്നിട്ടില്ല, അതിന്റെ റീസൺ എനിക്കറിയില്ല. പിന്നെ ഡോട്ടറുടെ ഹസ്ബൻഡ്. ഇത്രയും ക്ലിയർ ആയോ? പിന്നെ വരുന്നത് മൈ മദർ ഇൻക്ലൂഡിംഗ് സ്റ്റെപ്പ് മദർ, ഫാദർ ഇൻക്ലൂഡിംഗ് സ്റ്റെപ്പ് ഫാദർ, സിസ്റ്റർ ഇൻക്ലൂഡിംഗ് സ്റ്റെപ്പ് സിസ്റ്റർ, ബ്രദർ ഇൻക്ലൂഡിംഗ് സ്റ്റെപ്പ് ബ്രദർ. അപ്പൊ എന്റെ അച്ഛൻ including step father, mother including step mother, sister including step sister, brother including step brother. ഇത്രയും ചേർന്നാണ് കമ്പനീസ് ആക്ട് പ്രകാരം റിലേറ്റീവ് എന്ന് പറയുന്നത്. ഇതാണ് റിലേറ്റീവിന്റെ ഡെഫിനിഷൻ നമ്മൾ കൊണ്ടുവരേണ്ടത്. സോ ഞാൻ, എന്റെ വൈഫ്, എന്റെ മകൻ ഓർ സ്റ്റെപ്സ്, എന്റെ ഡോട്ടർ സ്റ്റെപ്പ് ഡോട്ടർ പറയുന്നില്ലേ, പിന്നെ സണ്ണിന്റെ വൈഫ്, ഡോട്ടറുടെ ഹസ്ബൻഡ്, then എന്റെ അച്ഛൻ including step father, mother step mother, brother step brother, sister step sister. അപ്പൊ റിലേറ്റീവ് കഴിഞ്ഞു. ഇനി നോട്ട് ഇട്ട് കൊടുക്കാം. If the relative holds, ശ്രദ്ധിച്ചോളൂ കേട്ടോ, ഫേസ് വാല്യൂ സെക്യൂരിറ്റി above the specified limit, അതായത് 1 lakhനും ഫേസ് വാല്യൂവിന് മേലെ ഹോൾഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ, ഗ്രേറ്റർ ദാൻ 1 lakh ആണെങ്കിൽ, corrective action can be taken within 60 days. 60 ദിവസത്തിനുള്ളിൽ കറക്റ്റീവ് ആക്ഷൻ എടുക്കാം. എവിടുന്ന 60 ദിവസം പറയണത്? ഫ്രം ദ ഡേറ്റ് ഓഫ് അക്വയറിംഗ് സച്ച് ഇൻട്രസ്റ്റ്. അല്ല, എന്താണോ ഇൻട്രസ്റ്റ് അക്വയർ ചെയ്യണത് അവിടുന്ന് തൊട്ട് 60 ദിവസത്തിനുള്ളിൽ കറക്റ്റീവ് ആക്ഷൻ എടുക്കാം. അപ്പൊ 1 ലക്ഷത്തിന് താഴെ ആക്കി മാറ്റാം. പക്ഷെ 60 ദിവസം എക്സീഡ് ചെയ്തിട്ട് അതൊക്കെ വരണമെങ്കിൽ വേറെ വഴിയൊന്നുമില്ല, അത് വേറെ കാര്യം. ഇൻട്രസ്റ്റ് അക്വയർ ചെയ്തിട്ട് 60 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യാം? കറക്റ്റീവ് ആക്ഷൻ എടുക്കാം. ഇത് ക്ലിയർ ആയല്ലോ? സോ ഇത്രയാണ് അടുത്ത 3 പോയിന്റില്. ആദ്യത്തെ പോയിന്റ് ഹോൾഡിംഗ് സെക്യൂരിറ്റി. ഇത് ക്ലിയർ ആവണ്ടല്ലോ? ഇനി ഇതേപോലെ തന്നെ അടുത്ത പോയിന്റ് നോക്കാം. സെയിം പാറ്റേൺ തന്നെ കേട്ടോ, സെയിം പാറ്റേൺ തന്നെ. A CA himself
or relative or his partner indebted to the company for an amount exceeding 5 lakhs. Indebted. ഞാനോ എന്റെ റിലേറ്റീവോ എന്റെ പാർട്ണറോ കാശ് കൊടുക്കാനുണ്ട് കമ്പനിക്ക് എത്ര amount exceeding 5 lakhs 5 ലക്ഷത്തിന് മേലെ എന്ത് ചെയ്യാണ്ട് കാശ് കൊടുക്കാണ്ട് എങ്കിൽ ഞാൻ പറഞ്ഞു മനസ്സിലാവണ്ടേ 5 ലക്ഷത്തിന് മേലെ കാശ് കൊടുക്കാനുണ്ട് എങ്കിൽ ഞാൻ പറയുന്നത് ക്ലിയർ ആയോ അങ്ങനെയാണെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷൻ അറിയാം അപ്പൊ ഞാൻ തന്നെ വേണമെന്നില്ല എന്റെ പാർട്ണർ ആയാലും മതി അപ്പൊ എന്റെ പാർട്ണർ 5 ലക്ഷം മേലെ കൊടുക്കാണെങ്കിൽ ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആയി ഫേം ഡിസ്ക്വാളിഫൈഡ് ആയി ഞാൻ 5 ലക്ഷത്തിന് മേലെ കൊടുക്കാണ്ടെങ്കിൽ എന്റെ പാർട്ണർ ഡിസ്ക്വാളിഫൈഡ് ആയി ഫേം ഡിസ്ക്വാളിഫൈഡ് ആയി എന്റെ റിലേറ്റീവോ പാർട്ണർ റിലേറ്റീവോ ആയാലും മതി അല്ലെ സോ ഞാൻ പറഞ്ഞു മനസ്സിലാവില്ലേ സോ ഇൻഡക്റ്റഡ് myself and relative or my partner indebted to the company for an amount exceeding 5 lakhs. Disqualification such company അല്ല ആ കമ്പനിയിൽ മാത്രമല്ല വരാ holding company, subsidiary company or subsidiary company and associate same point നോക്കുക നേരത്തെ അതേ പോയിന്റ് അല്ലല്ലേ അതായത് ചെയിൻ കമ്പനീസ് അതേ പാറ്റേൺ ഇവിടെ ഫസ്റ്റ് പോയിന്റ് ലാസ്റ്റ് പോയിന്റ് കറക്റ്റ് ആണ് അടുത്ത മാത്രമേ വ്യത്യാസമുള്ളൂ കഴിഞ്ഞ പോർഷനും ഈ പോർഷൻ തമ്മിൽ അല്ലേ ക്ലിയർ ആവണ്ടേ അപ്പൊ ഞാനോ എന്റെ പാർട്ണറോ amount exceeding 5 lakhs indebted to a company ആണ് എങ്കിൽ ഡിസ്ക്വാളിഫൈഡ് ആണ് അതേപോലെ ഇവിടെ ഉള്ള ഞാനോ എന്റെ പാർട്ണറോ ഒരു ഷെയർ എന്താ ഒരു ഷെയർ ഹോൾഡ് ചെയ്യണേ ഡിസ്ക്വാളിഫൈഡ് ആണ് റിലേറ്റീവ് ആണ് എങ്കിൽ 1 ലക്ഷത്തിന് ഹോൾഡ് ചെയ്ത എന്താ ഡിസ്ക്വാളിഫൈഡ് ആണ് ഇത് ക്ലിയർ ആയല്ലോ അല്ലെ ഈ പോയിന്റ് ഏതാ indebted to company for an amount exceeding 5 lakhs. ഇനി തേർഡ് പോയിന്റ് ഇതിന്റെ മൂന്നാമത്തെ പോയിന്റ് നോക്കാം സെയിം തന്നെ സി ഹിംസെൽഫ് ഞാനോ എന്റെ റിലേറ്റീവോ എന്റെ പാർട്ണറോ ക്ലിയർ ആവുണ്ടല്ലേ ഗ്യാരണ്ടർ നിങ്ങൾ ഗ്യാരണ്ടി നിന്ന് കൊടുത്തു ഓർ ഷുവർട്ടി നോട്ടോ അപ്പൊ കമ്പനി ആർക്കോ ലോൺ കൊടുത്തിട്ടുണ്ട് ആ ലോണിന് മറ്റേ പാർട്ടിക്ക് അനുകൂലമായിട്ട് ഒരു ഗ്യാരണ്ടർ ആയിട്ട് ഞാൻ നിന്നു അല്ലെങ്കിൽ ഒരു ഷുവർട്ടി ആയിട്ട് നിന്നു ഞാനല്ല എന്റെ പാർട്ണർ എന്നാലും മതി എന്റെ റിലേറ്റീവ് എന്നാലും മതി എന്താ loan given to the third party by the company third party ക്ക് ലോൺ കൊടുത്തിട്ടുണ്ട് അതിനൊരു ഗ്യാരണ്ടർ ആയിട്ട് ഷുവർട്ടി ഉണ്ടോ amount exceeding 1 lakh amount എത്രയാണ് 1 ലക്ഷത്തിന് മേലെ എക്സൈഡ് ചെയ്യുന്ന എമൗണ്ട് ഗ്യാരണ്ടർ ആയിട്ട് നിന്നെങ്കിൽ അപ്പോഴേ ആ കമ്പനി അതിന്റെ ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനി കോ സബ്സിഡറി കമ്പനി അസോസിയേറ്റ് ചെയിൻ കമ്പനീസിന് മൊത്തം എന്തായിരിക്കും ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും ഈ 3 പോയിന്റ് അടുപ്പിച്ച് വരാൻ കാരണം ഇതിൽ ആദ്യത്തെ പോയിന്റ് അവസാനത്തെ പോയിന്റ് മൂന്നിലും സെയിം ആണ് അടുക്കത്തെ മാത്രമേ വ്യത്യാസമുള്ളൂ അല്ലെ അപ്പൊ ഇവിടെ എന്താ പറയുന്നത് ഞാൻ എന്റെ പാർട്ണർ എന്റെ റിലേറ്റീവോ വി ആക്ടഡ് ആസ് എ ഐദർ നിങ്ങൾ 3 പേരിൽ ആരെങ്കിലും ഒരാൾ ആക്ടഡ് ആസ് എ ഗ്യാരണ്ടർ അത് എന്റെ റിലേറ്റീവോ പാർട്ണർ റിലേറ്റീവോ ഞാനാവാൻ പാർട്ണർ ആണോ അല്ലെ act as a guarantor against a loan given by the company to a third party. Clear ആണല്ലേ for an amount exceeding 1 lakh then ഞങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ഇൻ സച്ച് കമ്പനി ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കോ സബ്സിഡറി അസോസിയേറ്റ് ഇവിടെ ഒക്കെ എന്തായിരിക്കും ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും ഇത് ക്ലിയർ ആണല്ലേ അപ്പൊ ഇതാണ് അടുപ്പിച്ച് 3 പോയിന്റ് ആദ്യത്തെ കേസിൽ ഹോൾഡിംഗ് സെക്യൂരിറ്റി ഓർ ബെനിഫിഷ്യൽ ഇൻട്രസ്റ്റ് amount exceeding അവിടെ amount exceeding അല്ലേ റിലേറ്റീവിന്റെ കേസിൽ മാത്രം amount exceeding 1 lakhs ഒന്നും ബാക്കി പാർട്ണറോ ഞാനോ ആണെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ട് ആണെങ്കിൽ പോലും ഒരു ഷെയർ ഹോൾഡ് ചെയ്താലും ഡിസ്ക്വാളിഫിക്കേഷൻ വരും രണ്ടാമത്തെ എന്താ indebted to company amount exceeding 5 lakhs ആ 5 lakhs എല്ലാവർക്കും അപ്ലിക്കബിൾ ആണ് നേരത്തെ പറഞ്ഞ റിലേറ്റീവിടെ 1 lakhന്റെ എക്സംഷൻ പറഞ്ഞു ഇവിടെ എക്സംഷൻ ഇല്ല എല്ലാവർക്കും അപ്ലിക്കബിൾ ആണ് 5 lakhs ഇവിടെ 1 lakh acted as a guarantor 1 lakh എല്ലാവർക്കും അപ്ലിക്കബിൾ ആണ് സോ ഇതാണ് അടുത്ത 3 പോയിന്റ് ഹോൾഡിംഗ് സെക്യൂരിറ്റി indebted to the company acted as a guarantor holding security മാത്രം റിലേറ്റീവിന്റെ കേസിൽ ഒരു എക്സെപ്ഷൻ പറയുന്നുണ്ട് ഫേസ് വാല്യൂ 1 ലക്ഷത്തിന് മേലാണെങ്കിൽ മാത്രമേ ഡിസ്ക്വാളിഫിക്കേഷൻ വരുള്ളൂ ഈ ചെയിൻ കമ്പനീസിലെ എല്ലാം എന്തായിരിക്കും ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും അപ്പൊ സ്റ്റുഡൻസ് ചോദ്യം ചോദിക്കാറുണ്ട് സാർ അങ്ങനെ 1 ലക്ഷത്തിന് താഴെയാണ് എങ്കിൽ കുഴപ്പമില്ലല്ലോ ഇവിടെ 5 ലക്ഷത്തിന് മേലല്ലേ പറയുള്ളൂ അപ്പൊ ഞാൻ ഒരു കമ്പനിക്ക് 5 ലക്ഷത്തിന് ഞാൻ എന്റെ റിലേറ്റീവോ എന്റെ പാർട്ണറോ 5 ലക്ഷത്തിന് താഴെ ആണ് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ ഇവിടെ ഗ്യാരണ്ടർ 1 ലക്ഷത്തിന് താഴെയാണെങ്കിൽ കുഴപ്പമില്ലോ എന്നുള്ള ചോദ്യം വരാറുണ്ട് ഡെഫിനറ്റ്ലി കമ്പനീസ് ആക്ട് പ്രകാരം കുഴപ്പമില്ല പക്ഷെ ആസ് പെർ ദ പ്രൊഫഷണൽ എത്തിക്സ് ക്ലിയർ ആവണ്ടേ അവിടെ ഇൻഡിപെൻഡൻസ് ഓഫ് അപ്പിയറൻസിനെ അഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ലീഗൽ തടസ്സമൊന്നുമില്ല നിയമപ്രകാരം തടസ്സമൊന്നുമില്ല ബട്ട് ഇറ്റ് ഈസ് അഡ്വൈസബിൾ നോട്ട് ടു ആക്സെപ്റ്റ് ദ അത് ഞാനൊരു എക്സ്ട്രാ പോയിന്റ് പറഞ്ഞു മാത്രം കേട്ടോ ഇത് പ്രാക്ടിക്കൽ ലെവലാ പറഞ്ഞത് ലീഗൽ പാടൊന്നുമില്ല കമ്പനീസ് ആക്ട് ഒന്നും പറയുന്നില്ല പക്ഷെ ആസ് ദ പാർട്ട് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ് ഇൻഡിപെൻഡൻസ് ഓഫ് അപ്പിയറൻസിനെ അഫക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അല്ലെ അത്തരം കേസുകൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് അല്ലെ സേഫ് ഗാർഡിങ് ഇൻട്രസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓർഡർ 1 പഠിച്ച ഇൻഡിപെൻഡൻസ് എങ്ങനെ സേഫ് ഗാർഡ് ചെയ്യാന്നുള്ളത് അല്ലെ ബെറ്റർ നോട്ട് ടു ആക്സെപ്റ്റ് ദ വർക്ക് അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ അപ്പൊ 6 പഠിച്ചു ഡിസ്ക്വാളിഫിക്കേഷൻ 3 ബോഡി കോർപ്പറേറ്റ് LLP an officer or employee of the company partner of such officer or employee of the company പിന്നെ ഹോൾഡിംഗ് സെക്യൂരിറ്റി അല്ലെ അത് റിലേറ്റീവ് ആണ് ഫേസ് വാല്യൂ എക്സീഡിംഗ് 1 lakh then indebted company amount exceeding 5 lakhs then acted as a guarantor amount exceeding 1 lakhs ഞാനായിരിക്കാം എന്റെ റിലേറ്റീവ് ആയിരിക്കാം എന്റെ പാർട്ണർ ആയിരിക്കാം എന്റെ റിലേറ്റീവോ പാർട്ണർ റിലേറ്റീവ് ആയിരിക്കാം അപ്പൊ 6 കഴിഞ്ഞു ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ ഇത് പക്കയാണല്ലോ
ഇനി അടുത്ത മൂന്നെണ്ണം നോക്കാം, ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഈ അടുത്ത മൂന്നെണ്ണത്തെ ഞാൻ കണക്ട് ചെയ്തിട്ട് നേരത്തെ പഠിച്ചൊക്കെ കണക്ട് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാണ്ട്. അടുത്ത മൂന്നെണ്ണം നോക്കാം, ശ്രദ്ധിച്ചു നോക്കാം. ഏഴാമത്തെ പോയിന്റ്, എ പേഴ്സൺ or a firm has a direct or indirect business relationship, ഞാൻ ഇവിടെ സർക്കിൾ ചെയ്യുന്നു കേട്ടോ, വിത്ത് എ കമ്പനി. അപ്പൊ ഒരു വ്യക്തിക്കോ, ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ആ ഫേമിലത്തെ ഒരു വ്യക്തി, ചാർട്ടേഡ് അക്കൗണ്ട് ആവാം, അതർ പാർട്ട്നേഴ്സ് ആവാം, അല്ലെങ്കിൽ ആ ഫേമിലത്തെ ഒരു വ്യക്തിക്കോ, അപ്പൊ ഫേമിലത്തെ വ്യക്തിക്കോ നിങ്ങൾ പറയുമ്പോൾ ആ ചാർട്ടേഡ് അക്കൗണ്ട് മാത്രം എടുക്കരുത്, അല്ലാത്ത ആൾക്കാരുണ്ടാവും, എംപ്ലോയീസ് ഉണ്ടാവാം, അതർ പ്രൊഫഷണൽസ് ഉണ്ടാവാം. അപ്പൊ ആ ഫേമിലത്തെ ഒരു വ്യക്തിക്കോ ആ ഒരു ഫേമിനോ, ക്ലിയർ ആവുണ്ടല്ലേ, അത് ആ പ്രാക്ടീസ് ചെയ്യുന്ന ഫോം ഓഫ് ബിസിനസ്സിൽ ആർക്കോ, ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ആ ഫേമിനോ അല്ലെങ്കിൽ ആ ചാർട്ടേഡ് അക്കൗണ്ടിനോ ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ടുള്ള ബിസിനസ് റിലേഷൻഷിപ്പ് വിത്ത് എ കമ്പനി ഉണ്ട് എന്ന് വിചാരിക്കുക. ഈസ് ഡിസ്ക്വാളിഫൈഡ്. ഞാൻ ബിസിനസ് റിലേഷൻഷിപ്പ് എന്താ പറയുക, എവിടെയൊക്കെ ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ട് നോക്കുക. ഇൻ ദാറ്റ് കമ്പനി, ആ കമ്പനി ഡിസ്ക്വാളിഫൈഡ് ആണ്. ഇറ്റ്സ് ഹോൾഡിംഗ് കമ്പനി, അതിന്റെ ഹോൾഡിംഗ് കമ്പനി ഡിസ്ക്വാളിഫൈഡ് ആണ്. സബ്സിഡറി കമ്പനി ഡിസ്ക്വാളിഫൈഡ് ആണ്. It's co-subsidiary company disqualified ആണ്. അസോസിയേറ്റ് കമ്പനി disqualified ആണ്. ചെയിൻ കമ്പനി അല്ലെ. പക്ഷെ ഒരു പോയിന്റും കൂടി എക്സ്ട്രാ ഉണ്ട്. ഇതുവരെ പഠിച്ചതിൽ ഇത്ര വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഒരു പോയിന്റ് എക്സ്ട്രാ കയറി വരുന്നുണ്ട്. ഇറ്റ്സ് ഹോൾഡിംഗ് കമ്പനീസ് അസോസിയേറ്റ്. ഇതൊരു എക്സ്ട്രാ പോയിന്റ് ആണ് കേട്ടോ. ഇതൊരു എക്സ്ട്രാ, അവിടെയും കൂടി ഡിസ്ക്വാളിഫൈ. ഹോൾഡിംഗ് കമ്പനിയുടെ അസോസിയേറ്റ് കമ്പനിയിൽ എന്ത് വരുന്നുണ്ട്, ഡിസ്ക്വാളിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പൊ ഒന്നുകൂടി പറയാം, എ പേഴ്സൺ, അപ്പൊ ഒരു ഓർഗനൈസേഷനത്തെ, ഒരു CA ഓർഗനൈസേഷനത്തെ ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ആ ഫേമിനായിരിക്കാം, ഹാവിംഗ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ബിസിനസ് റിലേഷൻഷിപ്പ് വിത്ത് ദ കമ്പനി. എന്താ ബിസിനസ് റിലേഷൻ എന്ന് പഠിക്കാം. ബിസിനസ് റിലേഷൻഷിപ്പ് വിത്ത് ദ കമ്പനി. അങ്ങനെ ആ കമ്പനിയായിട്ട് ബിസിനസ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ എക്സ് ലിമിറ്റഡ്, ഓക്കെ, അജ്വൈൻ കമ്പനി, ഞങ്ങള് അത് എനിക്കാവാം അല്ലെങ്കിൽ എന്റെ പാർട്ട്ണർക്കാവാം, ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നില്ലേ, അല്ലെങ്കിൽ എന്റെ എംപ്ലോയീസിനാവാം, മറ്റാർക്ക് വേണ്ടി ആവാം, ഈ കമ്പനിയായിട്ട് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ബിസിനസ് റിലേഷൻഷിപ്പ് ഉണ്ട് എങ്കിൽ, ക്ലിയർ ആവില്ല, ആ പർട്ടിക്കുലർ കമ്പനിയോ അതിന്റെ ഹോൾഡിംഗ് കമ്പനിയോ അതിന്റെ സബ്സിഡറി കമ്പനിയോ അതിന്റെ കോ സബ്സിഡറി കമ്പനിയോ അതിന്റെ അസോസിയേറ്റ് കമ്പനിയോ ഹോൾഡിംഗ് കമ്പനിയുടെ അസോസിയേറ്റ് കമ്പനിയോ, അതാണ് എക്സ്ട്രാ പോയിന്റ്. അത്തരം കമ്പനികളിൽ ഞങ്ങൾക്ക് എന്തുവരും, ഡിസ്ക്വാളിഫിക്കേഷൻ, ആ ഫേമിനോ അല്ലെങ്കിൽ അതിൽ ചടക്കണം ഡിസ്ക്വാളിഫിക്കേഷൻ കയറി വരും. ഒന്നുകൂടി പറയണോ, ഒരു CA ഓർഗനൈസേഷനിലെ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ആ ഫേമിനോ ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ബിസിനസ് റിലേഷൻ വിത്ത് ദ കമ്പനി ഉണ്ടെങ്കിൽ ഈ പറയുന്ന കമ്പനീസിലെല്ലാം ഡിസ്ക്വാളിഫിക്കേഷൻ വരും. ഒരു എക്സ്ട്രാ ചെയിൻ കയറി വന്നിട്ടുണ്ട്, ഹോൾഡിംഗ് കമ്പനീസ് അസോസിയേഷൻ. ശ്രദ്ധിക്കുക കേട്ടോ, നേരത്തെ മൂന്നെണ്ണത്തില് ഹോൾഡിംഗ് അസോസിയേറ്റ് വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ എന്താ, ഹോൾഡിംഗ് കമ്പനിയുടെ അസോസിയേറ്റും കയറി വരുന്നത്. ഇനി എന്താ ബിസിനസ് റിലേഷൻഷിപ്പ്, അത് ആദ്യം അറിയണം അല്ലേ. വാട്ട് ഈസ് മെൻ ബൈ ബിസിനസ് റിലേഷൻഷിപ്പ്? എനിക്ക് എന്താ ഒരു കമ്പനി ആയിട്ട്, എനിക്കോ എന്റെ ഫേമിലത്തെ മറ്റാൾക്കാർക്കോ അല്ലെങ്കിൽ ഫേമിന് എന്താ ബിസിനസ് റിലേഷൻഷിപ്പ്? പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് അല്ല ബിസിനസ് റിലേഷൻഷിപ്പ് കേട്ടോ. സോ ബിസിനസ് റിലേഷൻഷിപ്പ് എക്സ്ക്ലൂഡ്സ് പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്. ഞാൻ ചിലപ്പോൾ കൺസൾട്ടന്റ് ആയിരിക്കാം, ഞാൻ ചിലപ്പോൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും, ഞാൻ ചിലപ്പോൾ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. അത് ദീസ് ആർ പ്രൊഫഷണൽ, നമ്മൾ പ്രൊഫഷണൽ കപ്പാസിറ്റിയിൽ കൊടുക്കുന്ന സാധനങ്ങളാണ്. അതല്ല ബിസിനസ് റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആവില്ല, അതല്ല ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ, റിലേഷൻഷിപ്പ് ഇൻ ദ commercial nature that arises in the ordinary course of business. കമേഴ്ഷ്യൽ നേച്ചറുള്ള റിലേഷൻഷിപ്പ് അല്ല. എന്താ കമേഴ്ഷ്യൽ നേച്ചർ റിലേഷൻഷിപ്പ്? സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം. ഞാന് ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഫോർ എക്സാമ്പിൾ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാറുണ്ട്. ക്ലിയർ ആവണ്ടേ? ദാറ്റ് മീൻസ് ഐ ഹാവിംഗ് എ കമേഴ്ഷ്യൽ റിലേഷൻഷിപ്പ് വിത്ത് ദ തിയേറ്റർ. ആണോ? ഞാൻ കാണാം എന്ന് വിചാരിച്ച് തിയേറ്റർ ഓഡിറ്റ് ചെയ്യാൻ പാടില്ലെന്നില്ല അല്ല. ഞാൻ പിന്നെ എനിക്ക് ഒരു തിയേറ്റർ ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല, കറക്റ്റ് അല്ലേ? അവരുടെ മേജർ ഇൻകത്തിന്റെ പാർട്ട് എന്റെ കൂടി അവിടെ ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. ഞാൻ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും, മാസത്തിൽ, ആഴ്ചയിൽ വേണ്ട കേട്ടോ, മാസത്തിൽ 3 ദിവസം ഹോസ്പിറ്റലിൽ പോവാറുണ്ട്. അപ്പൊ ഹോസ്പിറ്റലിന്റെ ടോട്ടൽ ഇൻകത്തിന്റെ ഒരു പാർട്ട് എന്റെ വരുന്നുണ്ട്. അത് കമേഴ്ഷ്യൽ നേച്ചറാണ്, അവിടേക്ക് ഓഡിറ്റ് ചെയ്യാൻ പാടില്ലെന്നുണ്ടോ അല്ലെ? അത്തരത്തിലുള്ള സാധനമാണ് കമേഴ്ഷ്യൽ നേച്ചർ ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ദിവസം ട്രെയിനിലാണ് പോണത്. സോ IRCTCക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരുമാനം ഉണ്ടാവുന്നുണ്ട്. IRCTC ഓഡിറ്റ് ചെയ്യാൻ പാടില്ലെന്നില്ല. ഞാൻ BSNL ആണ് യൂസ് ചെയ്യണത്, എന്റെ മൊബൈൽ സിം എന്നുള്ള, ഞാൻ ഡെയിലി കോൾ ചെയ്യാറുണ്ട്, അതിന്റെ എന്താ ചാർജ് പേ ചെയ്യാറുണ്ട്. എന്ന് BSNL ഓഡിറ്റ് ചെയ്യാൻ പാടില്ലെന്നില്ല. ദീസ് ആർ കമേഴ്ഷ്യൽ നേച്ചർ റിലേഷൻഷിപ്പ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. ആ രണ്ട് സാധനങ്ങളും ബിസിനസ് റിലേഷൻഷിപ്പ് പെട്ടിട്ടില്ല. സോ ബിസിനസ് റിലേഷൻഷിപ്പ് എക്സ്ക്ലൂഡ്സ് പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ആൻഡ് കമേഴ്ഷ്യൽ റിലേഷൻഷിപ്പ് ഇൻ ദ നേച്ചർ, കമേഴ്ഷ്യൽ നേച്ചർ ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. ഇതൊന്നല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താ, ഞാൻ എക്സാമ്പിൾ പറയാൻ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഞാൻ എക്സാമ്പിൾ പറയാൻ ശ്രദ്ധിച്ചോളൂ. എന്റെ ഫേമിലേക്ക് വരുന്ന ഒരു ക്ലയന്റ് എന്റെ ഫേമിലേക്ക് വരികയാണ്. അപ്പൊ പറയാണ്, എന്റെ ക്ലയന്റ് ഞാൻ നോക്കുമ്പോൾ ടാക്സേഷൻ ഒക്കെ വളരെ കൂടുതലാണ്.
അപ്പൊ ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് LIC ഇല്ലെങ്കിൽ ഒരു LIC ഒരു എടുക്കും, അല്ലെങ്കിൽ മെഡിക്ലെയിമിന് 80D പ്രകാരം ഡിഡക്ഷൻ കിട്ടും, 80D പ്രകാരം ഒരു മെഡിക്ലെയിം എടുക്കും. ക്ലിയർ ആവട്ടെ അല്ലെ? എന്നിട്ട് ഞാൻ പറയണം, എന്നിട്ട് ഒരു ഫോം എടുത്ത് കൊടുക്കുക, ഈ ഫോം അങ്ങോട്ട് ഫില്ല് ചെയ്ത് തരും. ഇത് ക്ലിയർ ആവട്ടെ? നിങ്ങൾ ഫില്ല് ചെയ്തോളാം ഈ ഫോം. മെഡിക്ലെയിം നമുക്ക് എടുക്കാൻ ഞാൻ തന്നെ ഡീൽ ചെയ്യാം, അല്ലെങ്കിൽ LIC കൊടുത്ത ഫോം ഫില്ല് ചെയ്യൂ, പ്രീമിയം ഇവിടെ തന്നെ തന്നാൽ മതി. ഇതെന്താ വെച്ചാൽ എനിക്ക് LIC ആയിട്ടൊരു ടൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് മെഡിക്ലെയിം അതോറിറ്റി ആയിട്ട് ടൈപ്പ് ഉണ്ട്, ഒരു സ്റ്റാർ ഹെൽത്ത് ആയിട്ട് ടൈപ്പ് ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ ക്ലയൻസിന് അങ്ങോട്ട് റൂട്ട് ചെയ്ത് കൊടുക്കണം, അവരുടെ ക്ലയന്റ് ആക്കി അവരുടെ കസ്റ്റമർ ആക്കി മാറ്റും. അതിന് ചെറിയ കമ്മീഷൻ എനിക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ എന്റെ ഫേമിനും കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഞാൻ ചെയ്യും. അതല്ല, ഞാൻ അതിന് വേണ്ടിയിട്ട് സ്റ്റാർ ഹെൽത്തിന്റെയോ അല്ലെങ്കിൽ LICയുടെ ഒരു ഏജന്റിനെ പിടിച്ചിട്ടുണ്ട്, അവിടുത്തെ ഒരാളെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ എന്റെ അവിടേക്ക് വരുന്ന ആൾക്കാരൊക്കെ അയാളുടെ ക്യാബിനിക്ക് അയക്കും, അയാൾ എന്ത് ചെയ്യേണ്ടത് ചേർത്തോളും. അതൊരു കമ്മീഷനും എനിക്ക് കിട്ടുന്നു വിചാരിക്കാം, എന്റെ ഫോമിനും എനിക്ക് കിട്ടുന്നു വിചാരിക്കാം. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ് ബിസിനസ് റിലേഷൻഷിപ്പ്. അതല്ല, എന്റെ ഓഫീസിൽ ഒരു ക്ലയന്റ് വരുന്നുണ്ട്, അയാൾക്ക് ക്ലയന്റ് ഒരു ബിസിനസ് ക്ലയന്റ് ആണ്. അപ്പൊ ഞാൻ പറയാം, നിങ്ങൾക്ക് ലോണൊക്കെ വേണമെങ്കിൽ മണപ്പുറം, മുത്തോട് ഇവിടെയൊക്കെ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് കൊടുക്കണം, എന്നിട്ട് അതിന്റെ ഒരു കമ്മീഷൻ ഞാൻ അവരെന്ന് മേടിക്കണം എന്ന് വിചാരിക്കാം, മണപ്പുറത്തുനിന്ന് മുത്തോട്ട്. എഗെയിൻ ദർ ഇസ് എ ബിസിനസ്. അപ്പൊ എനിക്ക് മണപ്പുറം മുത്തോട്ട് ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല, നേരത്തെ പറഞ്ഞ LIC സ്റ്റാർ ഹെൽത്ത് എനിക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാവല്ലേ? ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ് ബിസിനസ് റിലേഷൻഷിപ്പ്. സോ ഇഫ് എ person or a firm have a direct or indirect business relationship with a company, our company, its holding company, subsidiary company, co-subsidiary company, associate company, holding company is associate company, ഇത്രയും ചെയ്യുന്നതായിരിക്കും ഡിസ്ക്വാളിഫിക്കേഷൻ ആയിരിക്കും. ശ്രദ്ധിച്ചു കേൾക്കുക, ഹോൾഡിംഗ് കമ്പനീസ് അസോസിയേറ്റ്, അതും കൂടി എക്സ്ട്രാ പോയിന്റ് വന്നിട്ടുണ്ട്. പിന്നെ ബിസിനസ് റിലേഷൻഷിപ്പില് പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ഇട്ടിട്ടില്ല. അപ്പൊ കൺസൾട്ടന്റ് ആണെങ്കിൽ അത് ബിസിനസ് റിലേഷൻഷിപ്പ് അല്ല, അക്കൗണ്ടിങ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബിസിനസ് റിലേഷൻഷിപ്പ് അല്ല, ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ബിസിനസ് റിലേഷൻഷിപ്പ് അല്ല, ഇതൊന്നും ബിസിനസ്, ഇന്റേണൽ ഓഡിറ്റിന്റെയും ബിസിനസ് റിലേഷൻ, ഇതൊക്കെ പ്രൊഫഷണൽ കപ്പാസിറ്റി അല്ല, അത് ബിസിനസ് റിലേഷൻ പെടുത്താൻ പറ്റില്ല. അതുപോലെ കമേഴ്ഷ്യൽ നേച്ചറിലുള്ള ബിസിനസ് റിലേഷൻഷിപ്പും ബിസിനസ് റിലേഷനിൽ പെടുത്താൻ പറ്റില്ല. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ക്ലിയർ ആയില്ലേ? അതാണ് 7ാമത്തെ പോയിന്റ് പറയുന്നത്, ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും. ഇനി 8, 9 നോക്കാം കേട്ടോ. 8, 9 ചെറിയ പോയിന്റ് ആണ്, നമുക്ക് അറിയാവുന്ന പോയിന്റ് ആണ്. എ പേഴ്സൺ whose relative is a director or key manager in a company. സോ എന്റെ ഫോം, എന്റെ ഓർഗനൈസേഷനില് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, എന്റെ പാർട്ട്ണർക്ക് എന്റെ എംപ്ലോയി ആയിരിക്കാം, അവരുടെ റിലേറ്റീവ് എന്നുള്ളത് ഒരു കമ്പനിയിലത്തെ ഡയറക്ടറാണ്, അല്ലെങ്കിൽ അവിടുത്തെ കീ മാനേജർ പേഴ്സൺ ആണ്. ആ പർട്ടിക്കുലർ കമ്പനി ഞാൻ ഓഡിറ്റ് ചെയ്യാൻ പാടില്ല, എന്റെ ഫേം ഓഡിറ്റ് ചെയ്യാൻ പാടില്ല. എ പേഴ്സൺ എന്നാ പറഞ്ഞത് അല്ലെ? അപ്പൊ ഞാൻ എന്റെ ഓർഗനൈസേഷനെ ഞാനോ എന്റെ പാർട്ട്ണറുടെയോ എന്റെ ഏതെങ്കിലും എംപ്ലോയീസിന്റെയോ, ക്ലിയർ ആണല്ലേ, അവരുടെ റിലേറ്റീവ് ഒരു കമ്പനിയിലത്തെ ഡയറക്ടറോ ഒരു കമ്പനിയിലത്തെ കീ മാനേജർ പേഴ്സൺ ആണെങ്കിൽ ആ പർട്ടിക്കുലർ കമ്പനി ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. സിമ്പിൾ റീസൺ, അഫക്ട്സ് ഇൻഡിപെൻഡൻസ് ഇൻ അപ്പിയറൻസ്. അപ്പൊ 8ാമത്തെ പോയിന്റ് കഴിഞ്ഞു. 9ാമത്തെ പോയിന്റ് എന്താ പറയുക? 9ാമത്തെ പോയിന്റ് ശരിക്കും 10ാമത്തെ പോയിന്റ് കണക്റ്റഡ് ആണ്, പക്ഷെ 9ാമത്തെ പോയിന്റ് ആദ്യം പറഞ്ഞു പോകുന്നു. 9ാമത്തെ പോയിന്റ് ഒരു പ്രത്യേകത ഉണ്ട്, ശരിക്കും ഇത് ഡിസ്ക്വാളിഫിക്കേഷൻ അല്ല, നോട്ട് ക്വാളിഫൈഡ് ആണ്. ഞാൻ പറഞ്ഞത് 10ാമത്തെ പോയിന്റിനോട് ചേർത്ത് വായിക്കുന്ന ഡിസ്ക്വാളിഫിക്കേഷൻ ആയിരുന്നു. തൽക്കാലം 9ാമത്തെ പോയിന്റ് പഠിച്ചു പോവുക. എന്താ പറയുന്നത്? A CA is in full time employment elsewhere. പിന്നെ എന്താ പറയാണ്ടോ, അയാൾക്ക് COP ഒന്നുമില്ല, വേറെ സ്ഥലത്തെ എംപ്ലോയി ആണ്. He's a chartered accountant, പക്ഷെ he is full time employed elsewhere എന്നാ പറഞ്ഞത്. CA ഫേമിലാണ്, എന്റെ ഫേമിൽ ഫുൾ ടൈം എംപ്ലോയ്മെന്റ് ആണ്, കുഴപ്പമില്ലെന്ന് വിചാരിക്കാം. He is elsewhere full time employment. ഞാൻ പറഞ്ഞു മനസ്സിലാവില്ലേ? അയാൾക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ ആൾക്ക് എന്താ, ഹിസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് അല്ലെ? ശരിക്കും നോട്ട് ഡിസ്ക്വാളിഫൈഡ് ആ, പക്ഷെ 10ാമത്തെ പോയിന്റിനോട് ചേർത്ത് വായിക്കുമ്പോഴേ ശരിയാവുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞു മനസ്സോ, A CA who's in full time employment elsewhere is also disqualified. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയപ്പോ 7, 8, 9 പോയിന്റ് എന്താ? എ പേഴ്സൺ or a firm അല്ലെ, having direct or indirect relationship with a company, business relationship with a company, disqualified. And the chain plus holding company is associated. A person whose relative is a director or key manager person in a company, then a person who is a chartered accountant who is in full time employment elsewhere. അപ്പൊ 9 എണ്ണം നമ്മൾ ഡീൽ ചെയ്തു അല്ലെ? ആദ്യത്തെ 3 എണ്ണം ബോഡി കോർപ്പറേറ്റ്, an officer or employee of the company, partner of such officer of the company. പിന്നെ 3 എണ്ണം ഒരേപോലെ, holding security, indebted to the company, clear out അല്ലെ? അതേപോലെ തന്നെ acted as a guarantor. പിന്നത്തെ 3 എണ്ണം business relationship, indirect or indirect, a person who is a relative is a key manager person, director, പിന്നെ full time employment elsewhere. ഇവിടെ പറയേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. ഇവിടെ നമ്മൾ ഇവിടെ പറഞ്ഞു, ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, ബിസിനസ് റിലേഷൻഷിപ്പ് പറഞ്ഞല്ലോ അല്ലെ? അതില് കമേഴ്ഷ്യൽ നേച്ചർ റിലേഷൻഷിപ്പ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഫോർ എക്സാമ്പിൾ, ഞാൻ എലൈറ്റ് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ദിവസം സാധനങ്ങൾ വാങ്ങുന്നുണ്ട്, വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. ഏതാണ്ട് ഞാൻ ഒരു 6 ലക്ഷത്തോളം എന്തുണ്ട് ഒരു മാസത്തിന് സാധനങ്ങൾ വാങ്ങാറെന്ന് വിചാരിക്കും. അത്രയും വലിയൊരു ഫാമിലി 6 ലക്ഷത്തിന് വാങ്ങണം. അത് ഞാൻ കടമായിട്ടാണ്, മീൻസ് ക്രെഡിറ്റ് ബേസിസിലാണ് വാങ്ങുന്നത്. 2, 3, 4 മാസം കൊണ്ടൊക്കെ ഞാൻ കൊടുക്കാറുള്ളൂ. ഇത്രയും ബൾക്ക് ആവുമ്പോൾ ഒരുമിച്ച് കൊടുക്കാനില്ല. Whether I am disqualified to audit LI supermarket? Definitely not, because it is in the commercial nature.
പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇപ്പുറത്തെ ഒരു സെക്ഷനിലേക്ക് പോവാം. I am indebted for an amount exceeding 5 lakhs. അല്ലെ? അപ്പൊ ഞാൻ എന്താവും? ഡിസ്ക്വാളിഫൈഡ് ആയി. ഞാൻ പറഞ്ഞു ഒരു സെക്ഷൻ വെച്ച് മാത്രമല്ല ഡിസ്ക്വാളിഫിക്കേഷൻ, കണക്റ്റഡ് സെക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ? 9 ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത 3 കൂടി കഴിഞ്ഞ് നമുക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ കഴിയും. 10ാമത്തെ നോക്കാം. 10ാമത്തെ സെപ്പറേറ്റ്ലി എക്സാമിന് 3 മാർക്കിനോ 4 മാർക്കിനോ ട്രൂ ഓർ ഫോൾസിനോ MCQ സെപ്പറേറ്റ്ലി ചോദിക്കുന്ന ഭാഗമാണ് 10ാമത്തെ പോയിന്റ് കേട്ടോ. അത് ആ സെക്ഷൻ അടക്കം ഞാൻ കൊടുത്തിട്ടുണ്ട്. സെക്ഷൻ 141 സബ്സെക്ഷൻ 3 ആണ് ഡിസ്ക്വാളിഫിക്കേഷൻ. അതിൽ ക്ലോസ് ജി കേട്ടോ, ശ്രദ്ധിക്കുക. സെക്ഷൻ 141 സബ്സെക്ഷൻ 3 ക്ലോസ് ജി. ആ സെക്ഷൻ അടക്കം പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഞാൻ ഇതുവരെ സെക്ഷൻ 141 സബ്സെക്ഷൻ 3 ക്ലോസസിനെ കുറിച്ച് പറഞ്ഞില്ല. പക്ഷെ ഈ പർട്ടിക്കുലർ 10ാമത്തെ പോയിന്റ് മാത്രം ക്ലോസ് ജി എന്ത് ചെയ്യണു കൊടുത്തിരിക്കണം. സെക്ഷൻ വൈസ് തന്നെ എന്ത് ചെയ്യണം, പഠിക്കണം. എന്തായാലും പറയണത് ഞാൻ പറഞ്ഞ 9ാമത്തെ പോയിന്റ് ഇവിടെ കണക്റ്റഡ് ആയിട്ട് പഠിക്കണം എന്നാ പറഞ്ഞല്ലേ. എഴുതിയ വാചകം നോക്കിക്കോളൂ. A person or his partner. ഇവിടെ a person എന്ന് പറഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ട് എന്ന രീതിയിൽ എടുത്താൽ മതി. പ്രാക്ടീസ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ട്. A person or his partner on the date of appointment or reappointment. അപ്പൊ എന്നെ അപ്പോയിന്റ് ചെയ്യണോ എന്റെ പാർട്ണർ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്തോ റീഅപ്പോയിന്റ് ചെയ്യുന്ന സമയത്തോ holds office as an auditor. So I am holding office as an auditor. ഞാൻ ഓഡിറ്റർ എന്ന് എന്ത് ചെയ്യേണ്ട ഓഫീസ് ആ കമ്പനീസ് ലോഡ് ചെയ്യേണ്ട എത്രയാ? ഫോർ 20 കമ്പനീസ്. 20 കമ്പനിയുടെ ഓഡിറ്റർ എന്ന ഓഫീസ് ഞാൻ ഒരു കമ്പനി അപ്പോയിന്റ് ചെയ്യുമ്പോഴോ ഡീഅപ്പോയിന്റ് ചെയ്യുമ്പോഴോ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 21ാമത്തെ കമ്പനി ഞാൻ ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ഇതാണ് അതിന്റെ അർത്ഥം കേട്ടോ. സോ എന്നെ അപ്പോയിന്റ് ചെയ്യാൻ എക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി എന്നെ അപ്പോയിന്റ് ചെയ്യാമെന്നൊന്നും വിചാരിക്കാം. ഞാൻ ഓൾറെഡി 20 കമ്പനിയിലത്തെ ഓഡിറ്റർ ആണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ഫോർ ദാറ്റ് കമ്പനി ഐ ആം ഡിസ്ക്വാളിഫൈഡ്. എന്റെ പാർട്ണർക്ക് ഓൾറെഡി 20 കമ്പനി ഓഡിറ്റ് ഉണ്ട്. ക്ലിയർ ആവും അല്ലേ? ഇനി 21ാമത്തെ കമ്പനിയുടെ അപ്പോയിന്റ്മെന്റ് വന്നു എന്ന് വിചാരിക്കുക. അപ്പോഴും എന്ത് ചെയ്യാൻ പാടില്ല? ഓഡിറ്റ് ചെയ്യാൻ പാടില്ല. സോ അതാണ് എ പേഴ്സൺ or his partner on the date of appointment or reappointment hold office as an auditor. Auditor and office holding for 20 companies. Section 141 subsection 3 clause G pragaram he becomes disqualified for that particular appointment. ഇത് ക്ലിയർ ആവുന്നല്ലോ. അപ്പൊ ഇത് രണ്ട് കാര്യങ്ങൾ പഠിക്കാണ്ട്. ഈ 20 കമ്പനിയിൽ എന്തൊക്കെ പെടും എന്തൊക്കെ പെടില്ല വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല 20 കമ്പനി മാത്രമാണെങ്കിൽ 20 കമ്പനിയിൽ എന്തൊക്കെ പെടും എന്തൊക്കെ പെടില്ല അതാണ്. പിന്നെ ഇത് വല്ല സൊല്യൂഷൻ ഉണ്ടോ? അപ്പൊ ആദ്യം ആ സൊല്യൂഷന്റെ കാര്യം പറയാം. 20 കമ്പനിക്ക് ഓൾറെഡി എലിജിബിൾ കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക. 21ാമത്തെ കമ്പനി അപ്പോയിന്റ്മെന്റ് വന്നു. ഇല്ലതിനെ ഏതെങ്കിലും റിസൈൻ ചെയ്താൽ മതി. അപ്പൊ പുതിയത് ആക്സെപ്റ്റ് ചെയ്തൂടെ? ഇല്ല ഏതെങ്കിലും കാലാവധി കഴിഞ്ഞ് വെച്ചാൽ പുതിയത് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ പുതിയത് ആക്സെപ്റ്റ് ചെയ്യാം, പക്ഷെ ഉള്ളത് കളയണം. അതർവൈസ് എന്ത് വരുന്നുണ്ട്? ഡിസ്ക്വാളിഫൈ. പുതിയ അപ്പോയിന്റ്മെന്റ് ഡിസ്ക്വാളിഫിക്കേഷൻ വരും. ഇനി 20 കമ്പനിയിൽ ഏതൊക്കെയാ നോക്കാം. അപ്പൊ ഒന്നുകൂടി ആ സെന്റൻസ് വായിക്കണോ. എ പേഴ്സൺ or his partner and on the date of appointment or reappointment holds office as an auditor for 20 companies. Section 141 subsection 3 clause G. ഇത് ക്ലിയർ ആവുണ്ടല്ലേ? അങ്ങനെയാണ് ആ 20 കമ്പനീസ് ഡസ് നോട്ട് ഇൻക്ലൂഡ്. ഏതൊക്കെയാണ് ആ 20 കമ്പനീസിൽ പെടാത്തത് നോക്കാം. ശ്രദ്ധിച്ചോളോ. 1 person കമ്പനി. 1 person കമ്പനി പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പൊ എത്ര 1 person കമ്പനി വേണമെങ്കിൽ ഓഡിറ്റ് ചെയ്യാം? ഡോർമൻ കമ്പനി നമ്പർ കൗണ്ട് ചെയ്യില്ല. എത്ര സ്മോൾ കമ്പനി വേണമെങ്കിൽ ഓഡിറ്റ് ചെയ്യാം. അതുപോലെ ഇത് നോക്കിക്കോളോ. എ പ്രൈവറ്റ് കമ്പനി ഹൂസ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഈസ് ലെസ് ദാൻ 100 crores. ലെസ് ദാൻ 100 crores. ക്ലിയർ ആവുന്നില്ല? 100 crores കുറവാണ് എങ്കിൽ ലെസ് ദാൻ 100 crores ആണെങ്കിൽ സോ പ്രൈവറ്റ് കമ്പനി 100 കോടിക്ക് താഴെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്ര പ്രൈവറ്റ് കമ്പനി വേണമെങ്കിൽ ഓഡിറ്റ് ചെയ്യാം. സോ എത്ര 1 person കമ്പനി വേണമെങ്കിൽ ഓഡിറ്റ് ചെയ്യാം. എത്ര ഗവൺമെന്റ് കമ്പനിയും കൺസിഡർ ചെയ്യാം. എത്ര സ്മോൾ കമ്പനി വേണമെങ്കിൽ ഓഡിറ്റ് ചെയ്യാം. 100 കോടിക്ക് താഴെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്ര പ്രൈവറ്റ് കമ്പനി വേണമെങ്കിൽ ഓഡിറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് ഈ ക്ലോസ് 141 സബ്സെക്ഷൻ 3 ക്ലോസ് ഏതിന് അപ്ലിക്കബിൾ ആവുക? പബ്ലിക് കമ്പനി. അപ്പൊ മാക്സിമം പറഞ്ഞാൽ പാടുള്ളൂ. പ്ലസ് private company whose paid up capital PC greater than equal to 100 crores. 100 കോടിയോ അതിന് മുകളിൽ paid up capital പ്രൈവറ്റ് കമ്പനിയും അതേപോലെ പബ്ലിക് കമ്പനിയും ചേർത്തിട്ട് മാക്സിമം എത്ര എണ്ണേ പാടുള്ളൂ? 20 എണ്ണേ പാടുള്ളൂ. ബാക്കി എനിക്ക് എത്ര കമ്പനീസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഓഡിറ്റ് ചെയ്യാം. നമ്പർ ഇല്ല. ഇവിടെ മാത്രമേ ഡിസ്ക്വാളിഫിക്കേഷൻ അറിയിച്ചുള്ളൂ. അപ്പൊ 21ാമത്തെ വരുന്ന ഒരു പ്രൈവറ്റ് കമ്പനി എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാം. 100 കോടിക്ക് താഴെ 1 person കമ്പനിയാണ് ആക്സെപ്റ്റ് ചെയ്യാം. സ്മോൾ കമ്പനിയാണ് ആക്സെപ്റ്റ് ചെയ്യാം. യാതൊരു പ്രശ്നമില്ല. ഇത് ക്ലിയർ ആവുന്നല്ലോ. സോ തിരിച്ചു വരാം. എ പേഴ്സൺ ഓർ ഹിസ് പാർട്ണർ on the date of his appointment or reappointment
holds office as an auditor for 20 companies. Section 141, subsection 3, clause D. Thus 20 companies does not include one person company, dormant company, small company, private company whose paid up capital is less than 1 crore. So ഏതിന് applicability വരെ 20 companies in disqualification? Public company plus private company whose paid up capital is greater than equal to 100 crores. അത്ര കമ്പനി മാക്സിമം എനിക്ക് 20 പറഞ്ഞു, 21ാമത്തെ പാടില്ല. അവിടെ ഞാൻ സൊല്യൂഷൻ പറഞ്ഞു ഉള്ളത്. ഇപ്പൊ എനിക്ക് ഞാൻ തോന്നാണ് ഒരു കമ്പനി ഫീസ് ഒന്നും കിട്ടുന്നില്ല, ഇത് ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പൊ അത് വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് പുതിയ അപ്പോയിന്റ്മെന്റ് വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ മറ്റേത് എന്ത് ചെയ്യണം, ഒഴിവാക്കിയിട്ട് വേണം പുതിയത് എന്ത് ചെയ്യാൻ, ആക്സെപ്റ്റ് ചെയ്യാനായിട്ട്. ഇനി ഇതിൽ പഠിക്കേണ്ട ചില പോയിന്റ്സ് ഉണ്ട് കേട്ടോ. ഇനി ഒരു ഫോമില് 3 പാർട്ട്നേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കാം. ക്ലിയർ ആണല്ലേ? ഫോർ എക്സാമ്പിൾ ഇത് എടുക്കാം. എന്റെ ഫോമിൽ 2 പാർട്ട്നേഴ്സ്, ഞാൻ എന്റെ വൈഫും പാർട്ട്ണറാണ്. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ എലിജിബിൾ 20 കമ്പനീസ് കിട്ടും. അങ്ങനെയാണ് മാക്സിമം എനിക്ക് എത്ര കമ്പനി എടുക്കാം? പ്രൈവറ്റ് പ്ലസ് അല്ലെ, പ്രൈവറ്റ് greater than 100 equal to 100 crores plus public company maximum ഞങ്ങൾക്ക് 40 എണ്ണം എന്ത് ചെയ്യാം, സ്വീകരിക്കാം. കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടല്ലോ അല്ലെ? ഇത്തരത്തെ കമ്പനി മാക്സിമം 40 എണ്ണം എടുക്കാം. അപ്പൊ ഒരു പാർട്ട്ണർഷിപ്പിലെ ഓരോ പാർട്ട്ണർക്കും എന്തായിരിക്കും, 20 കമ്പനി വെച്ച് എലിജിബിൾ ആയിരിക്കും. ഇനി ഇതിലൊരു പാർട്ട്ണർ, ഫോർ എക്സാമ്പിൾ 3 പാർട്ട്നേഴ്സ് ഉണ്ട്. അജു, ശ്രുതി, ക്ലിയർ ആണല്ലേ? പിന്നെ എക്സ് ഒരു പാർട്ട്ണർ ഉണ്ട് എന്ന് വിചാരിക്കാം. ഇയാള് ആണ്, പക്ഷെ ഇയാൾ ഒരു സ്ലീപ്പിംഗ് പാർട്ട്ണറാണ്. ഇയാൾ എന്താണ്, സ്ലീപ്പിംഗ് പാർട്ട്ണറാണ്. ഇയാൾ ദുബായില് ശരിക്കും എംപ്ലോയ്മെന്റ് ഉള്ള ആളാണ്. പക്ഷെ ഇയാൾ എന്ത് ചെയ്തു, ഫേമിലത്തെ സ്ലീപ്പിംഗ് പാർട്ട്ണറാ. എന്റെ ഫേം തുടങ്ങാനായിട്ട് കാശൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിന് ഇൻട്രസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ല, ഇയാൾ ഡേ ടു ഡേ അഫയേഴ്സ്, ഇയാൾക്ക് COP ഇല്ല, ഒന്നുമില്ല, ചാർട്ടേഡ് അക്കൗണ്ട് ആണ്. ക്ലിയർ ആവുന്നില്ല? പക്ഷെ അയാൾ ദുബായിൽ വർക്ക് ചെയ്യാം. അപ്പൊ ഇയാളെ നമുക്ക് ഫുൾ ടൈം എംപ്ലോയ്മെന്റ് എൽസ്വേർ എന്നല്ലേ പറയാം, ഫുൾ ടൈം എംപ്ലോയ്മെന്റ് എൽസ്വേർ അല്ലെ. ഇയാളെ നമ്മൾ എന്ത് ചെയ്യില്ല, കൗണ്ട് ചെയ്യില്ല. ക്ലിയർ ആവുന്നല്ലേ? ഇയാളെ നമ്മൾ എന്ത് ചെയ്യില്ല, കൗണ്ട് ചെയ്യില്ല. അപ്പൊ ഞങ്ങൾക്ക് 2 പേരും, അപ്പൊ നോക്കിയാൽ മതി, ഇയാളെ നമ്മൾ എന്ത് ചെയ്യില്ല, കൗണ്ട് ചെയ്യില്ല. അപ്പൊ ഇവിടെ മാക്സിമം എത്രണ്ണേ പറ്റുള്ളൂ, 40 എണ്ണേ പറ്റുള്ളൂ. ഇയാൾക്ക് 20 എണ്ണം കിട്ടില്ല എന്നർത്ഥം. ഇയാൾക്ക് ഓഡിറ്റ് പറ്റില്ല, ഇയാൾക്ക് ഫുൾ ടൈം എംപ്ലോയ്മെന്റ് എക്സ്പയർ ഹിസ് നോട്ട് ക്വാളിഫൈഡ് ആണോ അല്ലെ? അപ്പൊ അതാണ് 9ാമത്തെ പോയിന്റ് ഞാൻ 10ാമത്തെ പോയിന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞ, കണക്ട് ചെയ്യാൻ പറഞ്ഞ കേട്ടോ. 9ാമത്തെ പോയിന്റ് 10ാമത്തെ പോയിന്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറഞ്ഞ എങ്ങനെയാ, ഇഫ് എ പാർട്ണർഷിപ്പ് ഇൻക്ലൂഡ്സ് എ ഫുൾ ടൈം എംപ്ലോയ്മെന്റ്, പാർട്ണർ ഈസ് എ ചാർട്ടേഡ് അക്കൗണ്ട്, ഫുൾ ടൈം എംപ്ലോയ്മെന്റ്, അയാളെ നമ്മൾ എന്ത് ചെയ്യണ്ട, കൗണ്ട് ചെയ്യണ്ട. ഇത് ഞാൻ പറയാൻ ശ്രദ്ധിച്ചോളൂ. സാധാരണ ഒരാൾ ഡിസ്ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ എന്റെ ഫോം ഡിസ്ക്വാളിഫൈഡ് ആവുന്ന പറഞ്ഞ ആണോ അല്ലെ? പക്ഷെ ഇവിടെ ഇയാൾ ഡിസ്ക്വാളിഫൈഡ് എന്നുള്ള കൺസെപ്റ്റിനേക്കാളും നോട്ട് ക്വാളിഫൈഡ് ആണ്, ആണോ അല്ലെ? അപ്പൊ ഇയാളുള്ളതുകൊണ്ട് മാത്രം ഫേം എന്തായിരിക്കില്ല, ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടല്ലേ? ഇയാൾ ഫുൾ ടൈം എംപ്ലോയ്മെന്റ് എൽസ്വേർ ആണോ മാത്രം ഫേം എന്തായിരിക്കില്ല, ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കില്ല. ഞാൻ പറഞ്ഞു അതിനെ കൗണ്ട് ചെയ്യണ്ടാണ് മാത്രം. ഞാൻ പറഞ്ഞത് ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ ഇവിടെ മെജോറിറ്റി ഓഫ് പാർട്ട്നേഴ്സ് തന്നെ ഉണ്ട്. 3 പേരിൽ 2 പേര് എന്തായാലും COP ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ, ഈ ഫേം എന്താവില്ല, ഡിസ്ക്വാളിഫൈഡ് ആവില്ല. സോ ഒരു ഫേമില് ഓരോ പാർട്ണർക്കും 20 കമ്പനീസ് എടുക്കാം. ഫുൾ ടൈം എംപ്ലോയ്മെന്റ് ആളുണ്ടായെങ്കിൽ അയാൾ എന്ത് ചെയ്യണ്ട, അയാൾ കൗണ്ട് ചെയ്യണ്ട. ഇത് ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി നമ്മുടെ എഴുതിയിട്ട് വായിച്ചല്ലോ, ദിസ് ലിമിറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ഈച്ച് പാർട്ണർ ഓഫ് ദ ഫേം ഇൻ കേസ്. ഇനി അടുത്തൊരു ചോദ്യം, ഞാൻ അജ്വാൻ പോലത്തെ പാർട്ണറാണ്. ഓക്കെ, ഞാൻ അജ്വാൻ പോലത്തെ പാർട്ണറാണ്, ഞാൻ വേറെ പാർട്ണർഷിപ്പിലത്തെയും പാർട്ണറാന്ന് വിചാരിക്കാം. എനിക്ക് അങ്ങനെ ഒന്നിൽ കൂടുതൽ CA ഫേംസിന്റെ പാർട്ണർ ആവും, എല്ലാം കൂടി 20 കിട്ടും. അല്ലെ, ഞാൻ അജ്വാൻ പോലത്തെ പാർട്ണറാണ്, ഞാൻ ഇൻഡിവിജ്വലിയും പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം, അങ്ങനെയും ചെയ്യാം. അപ്പൊ എല്ലാം കൂടി എനിക്ക് 20 കിട്ടുള്ളൂ, അല്ലാണ്ട് ഓരോന്നിനും 20 ഇല്ല. മൊത്തം എനിക്കാണ് പറയുന്നത് 20. അതാണ് in case of individual who is practicing individually and also partner of other firms, then altogether 20 companies. If a partner is also partner of other firms, altogether 20 companies. ഇത്രയാണ് 141 subsection 3 ക്ലോസ് ചെയ്ത് പറയുന്നത്. ഇത് ക്ലിയർ ആവുന്നുണ്ടല്ലേ? Is that clear? ഇത് പക്കാ ക്ലിയർ ആണല്ലോ? അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? ഒന്നാന്ന് പറയുന്നത് 20 കമ്പനീസ് മാക്സിമം അയാൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, എനിക്ക് എന്റെ പാർട്ണറിനോ. ആ 20 കമ്പനീസിൽ 1 person കമ്പനി, സ്മോൾ കമ്പനി, ഡോർമെന്റ് കമ്പനി, പ്രൈവറ്റ് കമ്പനി ഹൂസ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഈസ് ലെസ് ദാൻ 100 crore, കണക്കാശില്ല, അത് എത്ര വേണമെങ്കിൽ ആവാം. പബ്ലിക് കമ്പനീസ് പ്ലസ് പ്രൈവറ്റ് കമ്പനി ഹൂസ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഈസ് ഗ്രേറ്റർ ദാൻ 100 crore അല്ലെ? അത് മാത്രമേ ഇതിൽ കണക്കിൽ വരുന്നുള്ളൂ. ഇനി ഒരു ഫേമിലത്തെ ഓരോ പാർട്ണർക്കും 20 കമ്പനീസ് വെച്ച് എലിജിബിൾ ആയിരിക്കും. ഫുൾ ടൈം എംപ്ലോയ്മെന്റ് ഉള്ള പാർട്ണറിനെ അയാളെ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഫേം ഡിസ്ക്വാളിഫൈഡ് ആവില്ല. ദെൻ അടുത്ത പറഞ്ഞത്, ഒരു പാർട്ണർക്ക് തന്നെ മറ്റൊരു പാർട്ണർഷിപ്പ് ഫേമില് പാർട്ണർ ആയിരിക്കാം, അത് ഇൻഡിവിജ്വലി പ്രാക്ടീസ് ചെയ്യാം, എല്ലാം കൂടി 20 പറ്റുള്ളൂ. ഇത്രയാണ് 141 subsection 3 ക്ലോസ് ചെയ്ത് പറയുന്നത്. പ്രത്യേകിച്ച് ചോദിക്കേണ്ട ഭാഗമാണ് കേട്ടോ. ഈ 11ാമത്തെ പോയിന്റ് നോക്കാം കേട്ടോ, ഞാൻ 2 കൂടി പഠിക്കാമല്ലോ. 11ാമത്തെ പോയിന്റ് എന്താ ശ്രദ്ധിച്ചോളൂ ഒന്ന്.
കോർട്ടിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എത്രയാ? ഓഫ് ആൻ ഓഫൻസ് ഇൻവോൾവിംഗ് ഫ്രോഡ്, ഫ്രോഡുമായി ബന്ധ കേസിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആൻഡ് 10 years has not been elapsed. അപ്പൊ a person എന്ന് ചാർട്ടേഡ് അക്കൗണ്ട് എന്ന രീതിയിൽ എടുക്കാം. A chartered accountant has been convicted by a court of an offense involving fraud. ഫ്രോഡുമായി ബന്ധപ്പെട്ട കേസിൽ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. And 10 years has not been elapsed. 10 വർഷം കഴിഞ്ഞിട്ടില്ല from the date of such conviction. കൺവിക്ട് ചെയ്തിട്ട് 10 വർഷം കഴിഞ്ഞിട്ടില്ല എങ്കിൽ he is disqualified. അയാൾ എന്തായിരിക്കും? Disqualified ആയിരിക്കും. So a person who is convicted by the court of an offense involving fraud, clear out, and 10 years has not been elapsed from the date of such conviction. ശ്രദ്ധിക്കേണ്ട കാര്യത്തിലുള്ളൂ, ഇതുവരെ നമ്മൾ പഠിച്ചാൽ ഒരു പർട്ടിക്കുലർ കമ്പനി അതിന്റെ ചെയിൻ കമ്പനീസ് ഓഡിറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് അല്ലെ. പക്ഷെ ഈ പോയിന്റ് മാത്രം മൊത്തത്തിൽ അയാൾക്ക് ഒരു കമ്പനി പോലും എന്ത് ചെയ്യാൻ പാടില്ല? ഓഡിറ്റ് ചെയ്യാൻ പാടില്ല 10 വർഷം കഴിയണവരെ. So a person who is convicted by the court of an offense involving fraud and 10 years has not been elapsed from the date of such conviction. And 12ാമത്തെ പോയിന്റ്, അത് വളരെ ഇമ്പോർട്ടന്റ്, കണക്റ്റഡ് ആയിട്ട് ഞാൻ വേറൊരു ഡിസ്ക്വാളിഫിക്കേഷനിലേക്ക് വരാം. എ പേഴ്സൺ ഓഫ് എ ഓർ എ ഫേം, ഒരു പേഴ്സണോ അല്ലെങ്കിൽ ഫേമോ ഇൻവോൾവ് ഇൻ ദ പ്രോഹിബിറ്റഡ് സർവീസസ് ആസ് പെർ സെക്ഷൻ 144 ഓഫ് കമ്പനീസ് ആക്ട്. സെക്ഷൻ 144 പറയുന്ന പ്രോഹിബിറ്റഡ് സർവീസസ് അതെന്താ നമ്മൾ പഠിക്കും. അത് ഇൻവോൾവ് ആയ ഒരു കമ്പനിയിൽ ആ സർവീസസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കമ്പനി പർട്ടിക്കുലർ കമ്പനി എന്ത് ചെയ്യാൻ പാടില്ല? ഓഡിറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ കമ്പനീസ് സെക്ഷൻ 144 പ്രകാരം പറയുന്ന പ്രോഹിബിറ്റ് ചെയ്തിട്ടില്ല ഈ പറയുന്ന സർവീസിനും ചാർട്ടേഡ് അക്കൗണ്ട് കൊടുക്കാൻ പാടില്ല. കൊടുക്കാൻ പാടില്ല എന്നല്ല പറയുന്നത്, ആ സർവീസസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കമ്പനി ഓഡിറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രോഹിബിറ്റഡ് സർവീസസ് എന്ന് പറയാൻ കാരണം അല്ലാണ്ട് സർവീസ് കൊടുക്കാൻ പാടില്ല എന്നല്ല. ആ സർവീസസ് ഒരു കമ്പനി കൊടുക്കണ്ടെങ്കിൽ അവിടെ ഓഡിറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ അത് എന്തായിരിക്കും? ആ പർട്ടിക്കുലർ കമ്പനിയിലെ ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും. ഇത് ക്ലിയർ ആയല്ലോ? അപ്പൊ അവസാനത്തെ 3 141 subsection 3 clause G. പിന്നെ person who is convicted of offense involving fraud and 10 years has not been elapsed. മൂന്നാമത്തെ person or a firm who doing prohibited services as per section 144 of Companies Act. ഈ 3 കേസാണ് ലാസ്റ്റ് 3 പോയിന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതോടുകൂടി 12 പോയിന്റ് എന്ത് ചെയ്തു? അവസാനിച്ചു. അപ്പൊ ഏതൊക്കെ 12 പോയിന്റ് വരുന്നത് നമുക്കൊന്ന് ഓടിച്ചു നോക്കില്ല. ഏതൊക്കെ പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞു നോക്കാം. ആദ്യത്തെ 3 പോയിന്റ് ഏതായിരുന്നു? ബോഡി കോർപ്പറേറ്റ് എക്സെപ്റ്റ് LLP, പിന്നെ പാർട്ണർ ഓഫ് പേഴ്സൺ ഹു ഈസ് ആൻ എംപ്ലോയർ ഓഫീസർ ഓഫ് എ കമ്പനി, പാർട്ണർ ഓഫ് സച്ച് എംപ്ലോയർ ഓഫീസർ. ആദ്യത്തെ 3 കഴിഞ്ഞു. പിന്നെ ഞാനോ എന്റെ റിലേറ്റീവ് എന്റെ പാർട്ണറോ holding security, relative ആണ് exceeding 1 lakh face value, inducted to company exceeding 5 lakhs, acted as a guarantor exceeding 1 lakh, and the chain companies look and disqualified ആയിരിക്കും, including associates അല്ലേ. Then അടുത്ത പറഞ്ഞത് a person who has direct or indirect, a person or a firm who has direct or indirect business relationship with a company, business professional relationship പെട്ടിട്ടില്ല, അതുപോലെ കമേഴ്ഷ്യൽ നേച്ചറിലും പെട്ടിട്ടില്ല. ആണോ അല്ലെ? പക്ഷേ കമേഴ്ഷ്യൽ നേച്ചർ ഞാൻ പറഞ്ഞു 5 ലക്ഷത്തിൽ മേലാണെങ്കിൽ മറ്റേ ഡിസ്ക്വാളിഫിക്കേഷൻ കയറി വരുന്നു. ആണോ അല്ലെ? അടുത്തത് അവിടെ അസോസിയേറ്റ് ചെയിൻ കമ്പനീസിലെല്ലാം പ്ലസ് holding company associate company disqualified ആവും. പിന്നെ person whose relative is a director or key managed person in a company, പിന്നെ a CA who is in full time employment elsewhere. 141 subsection 3 clause D പ്രകാരം maximum 20 private companies having paid capital 100 crore more than 100 crores അല്ല 100 crore മോറും അതേപോലെ പബ്ലിക് കമ്പനി അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. എക്സ്ട്രാ അപ്പോയിന്റ്മെന്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല അല്ലെ. അതാണ് ഡിസ്ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എത്ര പ്രൈവറ്റ് കമ്പനി ലെസ് ദാൻ 100 crore പേർക്ക് പറ്റുള്ളൂ. 1 person സ്മോൾ ഡോർമെന്റ് കമ്പനിക്ക് എത്ര വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. പിന്നെ 20 കമ്പനീസ് ലിമിറ്റ് ഓരോ പാർട്ണർക്ക് എലിജിബിൾ ആയിരിക്കും. ഫുൾ ടൈം എംപ്ലോയ്മെന്റ് ഉള്ള ആള് അതിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു ആള് ഒന്നിൽ കൂടുതൽ CA ഫേമിൽ പാർട്ണർ ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഇൻഡിവിജ്വൽ പ്രാക്ടീസ് ചെയ്യുന്നെങ്കിൽ മൊത്തം 20 പറ്റുള്ളൂ. പിന്നെ person who is convicted of an offense involving fraud 10 years has not been elapsed. A person or a firm performing prohibited services as per section 144 Companies Act ആ കമ്പനിയുടെ ഓഡിറ്റർ ആവാൻ പറ്റില്ല. ഇതിൽ 11ാമത്തെ പോയിന്റ് കൺവിക്ഷന്റെ കാര്യം ഒറ്റ കമ്പനി പോലും ചെയ്യാൻ പറ്റില്ല, ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. These are the disqualification as per section 141 subsection 3. ഇത്രയും ക്ലിയർ ആയല്ലോ അല്ലെ? മനസ്സിലായല്ലോ? ഒരു പോയിന്റ് കൂടി ഞാൻ കണക്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്, ഒപ്പം ശ്രദ്ധിച്ചോളോ. ഈ പ്രോഹിബിറ്റഡ് സർവീസസ് പറയുന്നുണ്ടല്ലോ അല്ലെ, ഇതിലൊരു സർവീസിന് എക്സാമ്പിൾ ആണ് അക്കൗണ്ടിങ് സർവീസസ്. അക്കൗണ്ടിങ് സർവീസസ് ക്ലിയർ ആവുണ്ടല്ലോ? ഈ കണക്ട് ചെയ്തൊരു സെക്ഷൻ ഞാൻ പറഞ്ഞോട്ടെ. കണക്ട് ഇവിടെ പറയുന്നത് അക്കൗണ്ടിങ് സർവീസ്. ഞാൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ഒരു കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഞാൻ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ ഓഡിറ്റ് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ത് ത്രെറ്റാ? സെൽഫ് റിവ്യൂ ത്രെറ്റ്. ഓർമ്മണ്ടോ? സെൽഫ് റിവ്യൂ ത്രെറ്റ്. കറക്റ്റ് അല്ലേ? സെൽഫ് റിവ്യൂ ത്രെറ്റ് ആയി ഞാൻ ഓഡിറ്റ് ചെയ്യാൻ ഞാൻ തന്നെ പ്രിപ്പയർ ഞാൻ തന്നെ ഓഡിറ്റ് ചെയ്യാൻ നടത്തില്ല. കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നതല്ലേ? അപ്പൊ അത് പ്രോഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പുറത്ത് വേറൊരു ക്ലോസ് എടുത്ത് നോക്കുക, ശ്രദ്ധിച്ചോളോ. ഇവിടെ പറയുന്നുണ്ട്
ബിസിനസ് റിലേഷൻഷിപ്പിൽ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ഈ ക്ലോസിൽ പെടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചില കുട്ടികൾ വിചാരിക്കും പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ആവാൻ കുഴപ്പമില്ല എന്നുള്ളത്. പക്ഷെ ആ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്, അപ്പൊ എനിക്ക് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് ആയിട്ട് പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ഉണ്ട്, അപ്പൊ ഈ ക്ലോസ് പ്രകാരം ഡിസ്ക്വാളിഫൈഡ് അല്ല. ഞാൻ അവിടുത്തെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ക്ലിയർ ആവുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ ക്ലോസ് പ്രകാരം ഡിസ്ക്വാളിഫൈഡ് അല്ല. പക്ഷെ എത്രാമത്തെ ഈ ലാസ്റ്റ് ക്ലോസ് പ്രകാരം ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ കണക്റ്റഡ് ആയിട്ടുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ പറഞ്ഞു എന്ന് മാത്രം. ഇത്രയും ക്ലിയർ ആയോ? അപ്പൊ സെക്ഷൻ 141 സബ്സെക്ഷൻ 3 അവസാനിച്ചു. 12 പോയിന്റ് ഡിസ്ക്വാളിഫിക്കേഷൻസ്. ഇനി ഡിസ്ക്വാളിഫിക്കേഷന്റെ ഒപ്പം തന്നെ നമുക്ക് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു സാധനം ഉണ്ട്, ശ്രദ്ധിച്ചോളൂ. സബ്സീക്വന്റ് ഡിസ്ക്വാളിഫിക്കേഷൻ സെക്ഷൻ 141 സബ്സെക്ഷൻ 4. 141 സബ്സെക്ഷൻ 3 ആയിരുന്നു ഡിസ്ക്വാളിഫിക്കേഷൻ. ഇത് സബ്സീക്വന്റ് ഡിസ്ക്വാളിഫിക്കേഷൻ സെക്ഷൻ 141 സബ്സെക്ഷൻ 4. അപ്പൊ ശ്രദ്ധിച്ചോളാം, എന്താ സബ്സീക്വന്റ് ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി ക്വാളിഫൈഡ് ആയിരുന്നു, എന്നിട്ട് ഞാൻ കമ്പനിയുടെ ഓഡിറ്റ് അക്സെപ്റ്റ് ചെയ്തു. ഈ ഓഡിറ്റ് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് മൈ ടേം, ഞാൻ എന്നെ അപ്പോയിന്റ് ചെയ്ത ശേഷം ഈ പറയുന്ന 141 സബ്സെക്ഷനിൽ പറയുന്ന സബ്സെക്ഷൻ 3 പറയുന്ന റീസൺസിനെ കൊണ്ട് എന്താവുക, ഡിസ്ക്വാളിഫൈഡ് ആവുക. സോ അറ്റ് ദ ടൈം ഓഫ് അപ്പോയിന്റ്മെന്റ് ഞാൻ ക്വാളിഫൈഡ് ആണ്, പക്ഷെ ഡ്യൂറിംഗ് ദ ടെർമർ ഓഫ് മൈ ഓഫീസ്, ഓഡിറ്റേഴ്സ് ഓഫീസ്, ഈ പറയുന്ന നേരത്തെ 141 സബ്സെക്ഷൻ 3 പറയുന്ന 12 പോയിന്റുകൾ പറയുന്നുണ്ട് അല്ലെ, അത്തരം കാര്യങ്ങളെ കൊണ്ട് ഞാൻ എന്തായി മാറുക, ഡിസ്ക്വാളിഫൈഡ് ആവുക. പിന്നീട് അതിനെ പറയുന്ന പേരാണ് സബ്സീക്വന്റ് ഡിസ്ക്വാളിഫിക്കേഷൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓഡിറ്റർ ഓഫീസ് ഞാൻ ഒഴിയണം എന്നർത്ഥം അല്ലെ. അപ്പൊ എന്താ അതിൽ പറയണം നോക്കാം, ശ്രദ്ധിച്ചോളൂ. If after appointment or reappointment the auditor becomes disqualified, auditor disqualified ആവാ due to the reasons as per section 141 subsection 3. നമ്മൾ 12 reasons പഠിച്ചിട്ടുണ്ട്. അക്കാരണത്താൽ ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആവുന്നുണ്ടെങ്കിൽ then it is called as subsequent disqualification. As a result, അതിന്റെ ഫലമായിട്ട് എന്താ, the auditor's office അല്ലെ എന്തായി മാറും, auditor's office will become vacant. അത് പിന്നെ കമ്പനി പുതിയ ആൾ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഫിൽ ചെയ്യണം. ഓഡിറ്റർ ഓഫീസ് വേക്കന്റ് ആയിട്ട് മാറും. ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ട്. സോ ഇഫ് ആഫ്റ്റർ അപ്പോയിന്റിംഗ് ആൻ ഓഡിറ്റർ he becomes disqualified due to the reasons as per section 141 subsection 3. So at the time of appointment he is qualified. So after his appointment becomes disqualified as per section 141 subsection 3. Clear on that? It is called as subsequent disqualification. Then auditor's office become vacant. അപ്പൊ ഇത് ക്ലിയർ ആയോ? അപ്പൊ ഡിസ്ക്വാളിഫിക്കേഷൻസ് ക്ലിയർ ആയല്ലേ? ഇത് പക്കയാണല്ലോ. അപ്പൊ ശ്രദ്ധിച്ചു നോക്കാം, നമ്മൾ 3 സെക്ഷൻസ് പഠിച്ചു. സെക്ഷൻ 141 സബ്സെക്ഷൻ 1 ക്വാളിഫിക്കേഷൻ, സെക്ഷൻ 141 സബ്സെക്ഷൻ 2 അത് LLP-യുമായി ബന്ധപ്പെട്ട പോയിന്റ്, സെക്ഷൻ 141 സബ്സെക്ഷൻ 3 12 പോയിന്റ് ഡിസ്ക്വാളിഫിക്കേഷൻ, സെക്ഷൻ 141 സബ്സെക്ഷൻ 4 സബ്സീക്വന്റ് ഡിസ്ക്വാളിഫിക്കേഷൻ. അപ്പൊ ക്വാളിഫിക്കേഷനും കഴിഞ്ഞു, ഡിസ്ക്വാളിഫിക്കേഷനും അവസാനിച്ചു കേട്ടോ. ഇനി ഡിസ്ക്വാളിഫിക്കേഷനുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗം നോക്കാം, സെക്ഷൻ 144. ഇതെങ്ങനെ ഡിസ്ക്വാളിഫിക്കേഷൻ ആയിട്ട് കണക്റ്റഡ് ആവാ? നമ്മൾ ഡിസ്ക്വാളിഫിക്കേഷൻ ലാസ്റ്റ് പോയിന്റ് പറയുന്നുണ്ട്, സെക്ഷൻ 144 പറയുന്ന സർവീസസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ കമ്പനി എന്ത് ചെയ്യാൻ പാടില്ല, ഓഡിറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് അറിയണം സെക്ഷൻ 144 ഏതൊക്കെ സർവീസസ് ആ പ്രോഹിബിറ്റ് ചെയ്തിട്ടുള്ള, അത് ചെയ്യാൻ പാടില്ലാത്തുള്ള, അവിടെ ഓഡിറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അല്ലെ. സോ ഏതൊക്കെ നോക്കാം, ഓരോന്നും വായിക്കാം. അതിനെ ചുരുക്കി അക്കാഡമിക് ഓർക്കാം, നമ്മൾ ഓരോന്നിനും ഓരോ ടേംസ് യൂസ് ചെയ്യാറുണ്ടല്ലോ അല്ലെ. നമ്മൾ മുമ്പ് യൂസ് ചെയ്ത ടേംസ് ആണ് എന്താ, വിസിറ്റ് ഏപ്രിൽ ജൂൺ അല്ലെ. ഗോയിങ് കൺസേൺ ആണെങ്കിൽ വേറൊരു ടേം യൂസ് ചെയ്തിരുന്നു ആണോ അല്ലെ, ഫൂൾസ് കറക്റ്റ് അല്ല. അതേപോലെ ഒരു ടേമാണ് അക്കാഡമിക്. സോ പ്രോഹിബിറ്റഡ് സർവീസുമായി ബന്ധപ്പെട്ട ടേമാണ് അക്കാഡമിക്. നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം, ശ്രദ്ധിച്ചോളൂ. അക്കൗണ്ടിങ് ആൻഡ് ബുക്ക് കീപ്പിംഗ് സർവീസസ്, ഞാൻ എവിടെയാണ് അക്കൗണ്ട്സ്, ഒരു കമ്പനിയുടെ അക്കൗണ്ട്സ് ബുക്ക് കീപ്പിംഗ് ചെയ്യണേ, പിന്നെ ഞാൻ പ്രിപ്പയർ ചെയ്ത ബുക്സ് ഞാൻ തന്നെ ഓഡിറ്റ് ചെയ്യാൻ ശരിയില്ല, എന്താ സെൽഫ് റിവ്യൂ കയറി വരും. സോ അക്കൗണ്ടിങ് ആൻഡ് ബുക്ക് കീപ്പിംഗ് സർവീസസ്. കൺസിഡറേഷൻ ഓഫ് ഔട്ട്സോഴ്സ് ഫിനാൻസ് സർവീസസ്. ഇപ്പൊ ഒരു ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഇല്ല, ഒരു ഫിനാൻഷ്യൽ മാനേജർ ഇല്ല, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഇല്ല, അത് ചാർട്ടേഡ് അക്കൗണ്ട് പ്രാക്ടീസ് എനിക്കാണ് ആ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ചുമതല, ഞാനാണ് ഫിനാൻസ് സർവീസസ് ചെയ്യണമെന്ന് വിചാരിക്കാം. ക്ലിയർ ആവണ്ടല്ലോ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ കമ്പനി ഓഡിറ്റ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഇൻഡിപെൻഡൻസിന് അപ്പിയറൻസിനെ അഫക്ട് ചെയ്യപ്പെടാം. പബ്ലിക്കിൽ ഉണ്ടാവാം ഇയാളാണത്തെ ഫിനാൻസ് കാര്യം നോക്കണം, അപ്പൊ കമ്പനിക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കാം, കമ്പനിക്ക് ഇൻഡിപെൻഡൻസിനെ കോംപ്രമൈസ് ചെയ്തേക്കാം, ഇൻഡിപെൻഡൻസിന് അപ്പിയറൻസിനെ അഫക്ട് ചെയ്യാം. സോ കൺസിഡറേഷൻ ഓഫ് ഔട്ട്സോഴ്സ്ഡ് ഫിനാൻഷ്യൽ സർവീസസ്. ആക്ച്വറിയൽ വാല്യുവേഷൻ സർവീസസ്, ഇത് പ്രത്യേക അതോറിറ്റി. ആക്ച്വൽ വാല്യുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഉണ്ട്. അതായത് സാധാരണ രീതിയിൽ ഈ LIC-യിലൊക്കെ ഈ ലൈഫ് ഇൻഷുറൻസിൽ വരുന്ന സംഭവമാണ് ഈ ആക്ച്വൽ വാല്യുവേഷൻ പ്രധാനമായിട്ട് കേട്ടോ. ഗ്രാറ്റുവിറ്റി വാല്യുവേഷൻ ഇതൊക്കെ ആക്ച്വൽ വാല്യുവേഷൻ അതോറിറ്റിയുടെ അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി എക്സാമ്പിൾ പറഞ്ഞു മാത്രം. ഫോർ എക്സാമ്പിൾ LIC നമ്മൾ എങ്ങനെയാ, LIC ഇപ്പൊ ഒരാൾ പ്രീമിയം അടച്ചുകൊണ്ടിരിക്കണം, അയാൾ യൂസ്ഫുൾ ലൈഫ് കഴിയുമ്പോൾ ഐദർ ഡെത്ത് ഓർ മെച്യൂരിറ്റി വിച്ച് എവർ ഈസ് ഏർലിയർ അയാൾക്ക് എമൗണ്ട് കൊടുക്കണല്ലോ അല്ലെ. അപ്പൊ അയാൾക്ക്
അയാൾക്ക് എത്ര എമൗണ്ട് കൊടുക്കണം, അയാൾ എത്ര പ്രീമിയം അടയ്ക്കണം, ക്ലിയർ, അയാളുടെ ഏജ്, ആവറേജ് ഏജ് ലിമിറ്റ് എങ്ങനെയാണ്, അത്തരം കാര്യങ്ങൾ വാല്യൂ ചെയ്യുന്ന അതോറിറ്റിയാണ് ആക്ച്വറൽ വാല്യുവേഷൻ അതോറിറ്റി. അവരുടെ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു മാത്രം, ഇത് മാത്രമല്ല അവരുടെ ജോലി. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞു മാത്രം. അപ്പൊ അതെനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു CA കാരൻ വേണമെങ്കിൽ ആക്ച്വറൽ വാല്യുവേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എക്സാം പാസ്സായിട്ട് അത്തരം സർവീസസും പോസ്റ്റ് ക്വാളിഫിക്കേഷനിൽ കൊടുക്കാം. അപ്പൊ ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടാണ് ക്വാളിഫൈ ചെയ്ത് ICA പ്രകാരം എനിക്ക് വേണ്ടി ആക്ച്വറൽ വാല്യുവേഷൻ അതോറിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എക്സാം എഴുതി അതും പാസ്സായി അതും സർവീസ് കൊടുക്കാം. അപ്പൊ അത്തരത്തിലുള്ള സർവീസ് ഞാൻ ഏതെങ്കിലും കമ്പനിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ കമ്പനി എന്ത് ചെയ്യാൻ പാടില്ല, ഓഡിറ്റ് ചെയ്യാൻ പാടില്ല. സോ അക്കാഡമിക്കലി ACA എന്താ, അക്കൗണ്ടിംഗ് ആൻഡ് ബുക്ക് കീപ്പിംഗ് സർവീസസ്, കൺസിഡറേഷൻ ഓഫ് ഔട്ട്സോഴ്സ്ഡ് ഫിനാൻഷ്യൽ സർവീസസ്, ആക്ച്വറിയൽ വാല്യുവേഷൻ സർവീസസ്. അടുത്തത് ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് എന്താ, ഫിനാൻഷ്യൽ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം. വെറും ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം അല്ല പറയുന്നത്. ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ആരാ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്, മാനേജ്മെന്റ് TCW ചേർന്നിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഞാനാണ് ഡിസൈൻ ചെയ്തത് ഏതാ, ഫിനാൻഷ്യൽ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഞാൻ ഡിസൈൻ ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾ 8 പഠിച്ചിട്ടുണ്ട് ഏതാ, ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം, അണ്ടർസ്റ്റാൻഡിംഗ് ദ ഡിം ഓഫ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം പഠിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗുമായി ബന്ധപ്പെട്ട് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തെ കുറിച്ചാണ് ഓഡിറ്റർ മനസ്സിലാക്കേണ്ടത്. അതായത് ഫിനാൻഷ്യൽ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം അല്ലെ, അതൊരു കമ്പനിയിൽ ഞാനാണ് ഡിസൈൻ ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഡിസൈൻ ഇംപ്ലിമെന്റേഷൻ, അതിലെ ഡിം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, ഡിം എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഇംപ്ലിമെന്റേഷൻ, അത് ഞാനാണ്. ഡിം ഓഫ് ഫിനാൻഷ്യൽ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം, ഡിം ഓഫ് ഫിനാൻഷ്യൽ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം അത് ഞാനാണ് ചെയ്തിട്ടുള്ളത്. ഡിം ഓഫ് ഫിക്സ് ഫിനാൻഷ്യൽ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം അത് ഞാനാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ പിന്നെ ഞാനത് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അവിടെ എനിക്ക് എന്ത് വന്നിട്ടുണ്ട്, എന്റെ ഇൻഡിപെൻഡൻസിനെ കോംപ്രമൈസ് ചെയ്യപ്പെടുന്ന പബ്ലിക് ആലോചിക്കും അല്ലെ. സോ അത്തരത്തിലുള്ള കമ്പനി ഞാൻ ചെയ്യാൻ പാടില്ല, ഓഡിറ്റ് ചെയ്യാൻ പാടില്ല. സോ അക്കാഡമിക്കല് അക്കൗണ്ടിംഗ് ആൻഡ് ബുക്ക് കീപ്പിംഗ് സർവീസസ്, C കൺസിഡറേഷൻ ഓഫ് ഔട്ട്സോഴ്സ്ഡ് ഫിനാൻഷ്യൽ സർവീസസ്, A ആക്ച്വറൽ വാല്യുവേഷൻ സർവീസസ്, D ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം. ആ പോയിന്റ് ക്ലിയർ ആയല്ലോ. Then E engagement of advisory services, advocacy threat. ഓർമ്മണ്ടല്ലോ അല്ലെ, ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് അഡ്വൈസറി സർവീസസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കമ്പനി ഞാൻ ഓഡിറ്റ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് അഡ്വക്കേറ്റ് ത്രെറ്റ് അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് ത്രെറ്റ്, അഡ്വക്കസി ത്രെറ്റ്. ക്ലിയർ ആവുണ്ടല്ലോ, ആ ത്രെറ്റ് ഒക്കെ തന്നെ അവിടെ പ്രോഹിബിറ്റ് സർവീസസ്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യത്തിന്റെ കുറെ അപ്ലിക്കേഷൻ പാർട്ടാണ് അവിടെ കയറി വരുന്നത്. ദ മാനേജ്മെന്റ് കൺസൾട്ടൻസി സർവീസസ് അഗൈൻ അഡ്വക്കസി ത്രെറ്റ് തന്നെയാണ് അവിടെയും വരുന്നത് അല്ലെ. ഞാൻ ഒരു സ്ഥാപനം ഒരു കമ്പനിയുടെ കൺസൾട്ടന്റ് ആണെങ്കിൽ ആ കമ്പനി ഓഡിറ്റ് ചെയ്യാൻ പാടില്ല. ഇന്റേണൽ ഓഡിറ്റ് അതായത് സെൽഫ് റിവ്യൂ ത്രെറ്റ്. ഓർമ്മണ്ട, അവിടെ എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കമ്പനിയിൽ ഇന്റേണൽ ഓഡിറ്റർ ആണെങ്കിൽ അത് എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ ഞാൻ ഓഡിറ്റ് ചെയ്യാൻ പാടില്ല. സോ അക്കാഡമി ആയില്ലേ എന്താ, A ആക്ച്വലി അക്കൗണ്ടിംഗ് ആൻഡ് ബുക്ക് കീപ്പിംഗ് സർവീസസ്, C കൺസിഡറേഷൻ ഓഫ് ഔട്ട്സോഴ്സ്ഡ് ഫിനാൻഷ്യൽ സർവീസസ്, A ആക്ച്വലി വാല്യുവേഷൻ സർവീസസ്, then D design and implementation of internal financial control system, E engagement in advisory and banking services, Yeah, management consultancy services, I internal audit, C consideration of any other services as prohibited by law from time to time. ഇത് കൂടാതെ ഇനി ഏതെങ്കിലും സർവീസസ് കമ്പനി ലോ പ്രോഹിബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി അത്തരം സർവീസ് കൊടുക്കണ്ടെങ്കിൽ അത്തരം കമ്പനി കൂടി ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആവാൻ പാടില്ല. സോ അക്കാഡമിക് പ്രോഹിബിറ്റഡ് സർവീസസ് ആസ് പെർ സെക്ഷൻ 144. അക്കാഡമിക് A accounting and bookkeeping services, C consideration of outsourced financial services, A actual evaluation services, D design and implementation of internal financial control system, E engagement in advisory services, M management consultancy services, I internal audit, C consideration of any other services as prohibited by law from time to time. So these services കൊടുക്കുന്ന companies ഞാൻ audit ചെയ്യാൻ പാടില്ല. That's why it is referred as prohibited services. അപ്പൊ സെക്ഷൻ 144 ക്ലിയർ ആയോ? 3-4 മാർക്കിനോ MCQ ട്രൂ ഓർ ഫോൾസിലോ ഒക്കെ ചോദിക്കാവുന്ന ഭാഗമാണ് കേട്ടോ സെക്ഷൻ 144.